ഹലോ. ഇപ്പം വിളിച്ചോളാം. പറയൂ. ചെറിയ ഡൗട്ടായി ചോദിക്കാൻ വേണ്ടിട്ടാ. ചോദിച്ചോളൂ. ടൈമുണ്ടോ? ഓ, ചെറിയ ഡൗട്ടല്ലേ? ചെറിയ ഡൗട്ട് തന്നെയാണ്. ഉം. പിന്നെ നിങ്ങള് പ്രവാചകൻ അതുപോലെ തന്നെ അവരുടെ അനുയായികളായ സ്വഹാബികൾ കൊള്ളയടിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ. അതെന്താണ് നിങ്ങൾ അങ്ങനെ പറയാൻ കാരണോ? അങ്ങനെ ചെയ്തോണ്ട് എവിടുന്ന അവർ കൊള്ളയടിച്ചത്? മറ്റു ഗോത്രങ്ങളിൽ നിന്ന്. ഏത് ഗോത്രങ്ങളിൽ നിന്ന്? എത്രയൊക്കെയോ ഗോത്രങ്ങളെ കൊള്ളയടിച്ചിട്ടുണ്ട്. അല്ല, ഒരു ഗോത്രം പറയാറോ നിങ്ങള്? ഇഷ്ടം പോലെ ഗോത്രങ്ങളെ അടിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ഗോത്രം പറയാറാ? ഇഷ്ടം പോലെ ഉണ്ടെന്ന്. നിങ്ങൾ ഡൗട്ട് ചോദിക്കുന്നു നിങ്ങളുടെ. ആ അപ്പൊ നിങ്ങൾ കൊള്ളയടിച്ചെന്ന് പറയുമ്പോ അവര് ഇന്ന സ്ഥലത്ത് നിന്ന് കൊള്ളയടിച്ചു, അല്ല ബദറിൽ നിന്ന് കൊള്ളയടിച്ച്, ഉം. അല്ല മറ്റൊരു സ്ഥലത്ത് നിന്ന് കൊള്ളയടിച്ചു എന്ന് പറയണ്ടേ? അല്ലേ? യഥാർത്ഥത്തില് അവരത് കൊള്ളയാണോ അത്? അതെ. അത് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? നിങ്ങളെ ചരിത്ര പുസ്തകങ്ങളിൽ നിന്ന് മനസ്സിലായി. ഏത് ചരിത്ര പുസ്തകങ്ങളിൽ നിന്ന്? ഏത് ചരിത്രം നിങ്ങൾ പറഞ്ഞോളി. നിങ്ങൾക്ക് എന്തെല്ലാം ചരിത്ര പുസ്തകം അറിയാ? അടിപൊളി. ആധികാരികമായിട്ട് പറയണം കേട്ടോ, ചരിത്ര ബുക്ക് ഏത് വേണമെങ്കിലും പറഞ്ഞോളി. നിങ്ങൾ ഏതൊക്കെ ചരിത്ര ഗ്രന്ഥം അംഗീകരിക്കാൻ? തബരീന്റെ ചരിത്രം അംഗീകരിക്കോ? ഇബ്നു ഹിഷാമിന്റെ അംഗീകരിക്കോ? ഇബ്നു ഹിഷാം കൊള്ളയടിച്ചെന്ന് അവിടെ പറയുന്നുണ്ടോ? അത് ശരി, കൊള്ളയടിച്ചു എന്ന് എല്ലാവരും പറയുമല്ലോ. നിങ്ങളെ ഗ്രന്ഥല്ലേ അത്? നിങ്ങളൊരു ഗ്രന്ഥം പറയുമ്പോ അവർ കൊള്ളയടിച്ചു എന്നതിൽ പറയണ്ടേ? ഉദ്ധരിക്കുമ്പോ അതിൽ പറയുന്നുണ്ടോ? ഗനീമത്ത് പറഞ്ഞ എന്താ? അതല്ല ഞാൻ ചോദിക്കുന്നത്. ഇത് കൊള്ളയടിച്ചു എന്ന് പറയുമ്പോ കൊള്ളയടിച്ചു. ഒരു ഗോത്രം സമാധാനമായിട്ട് ജീവിക്കുന്ന ഒരു ഗോത്രത്തിൽ പറഞ്ഞുതരാം. എന്താ കൊള്ളാന്ന് പറഞ്ഞാൽ? കൊള്ളാന്ന് പറഞ്ഞാൽ മറ്റൊരു മനുഷ്യന്റെ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു സമൂഹത്തിന്റെ കയ്യിലിരിക്കുന്ന സമ്പത്ത് അവരെ ബലം പ്രയോഗിച്ച് കീഴ്പ്പെടുത്തി അല്ലെങ്കിൽ ആക്രമിച്ച് കീഴ്പ്പെടുത്തി സ്വന്തമാക്കി എടുത്തുകൊണ്ട് വരുന്നതിനാണ് കൊള്ളാന്ന് പറയാ. അത് നിങ്ങൾ ചെയ്തിട്ടുണ്ട് മുഹമ്മദ് നബി. അങ്ങനെയല്ലെന്ന്. ഈ ബലം പ്രയോഗിച്ചിട്ട് ആക്കുന്നതിന് കൊള്ളയെന്ന് പറയോ? അങ്ങനെ തന്നെ പറയോ? ആക്രമിച്ച് കീഴ്പ്പെടുത്തിയിട്ട് അവരുടെ സമ്പത്തും മുതലും കുട്ടികളെയും മക്കളെയും ഒക്കെ കൊള്ള മുതലുകളായി പിടിച്ച് വീതം വെക്കുന്നതിനെ കൊള്ള എന്ന് തന്നെയാണ് ഞങ്ങളെ നാട്ടിൽ പറയാം. അല്ല, ഞാൻ ചോദിക്കുന്നത് ഈ ചരിത്രത്തില് പ്രവാചകൻ കൊള്ളയടിച്ചു എന്ന് പറയുന്നുണ്ടോ? അത് ശരി. ഇപ്പോ സംഘ് പരിവാർ ഫാസിസ്റ്റ് സംഘടനയാണെന്ന് സംഘപരിവാറിന്റെ ഏതെങ്കിലും കിതാബിൽ എഴുതി വെച്ചിട്ടുണ്ടാവോ? അങ്ങനെ സംഘ് പരിവാർ ഒരു ഫാസിസ്റ്റ് സംഘടനയാണ്. നിങ്ങൾ ഒരു ചരിത്രം പറഞ്ഞു തരാം. ഇപ്പൊ അതല്ല, നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കി തരാനാണ്. സംഘ് പരിവാർ ഒരു ഫാസിസ്റ്റ് സംഘടനയാണോ? സംഘ് പരിവാർ ഒരു മുസ്ലിം വിരുദ്ധ ഫാസിസ്റ്റ് സംഘടനയാണോ? അതായത് സംഘപരിവാറിന്റെ തെളിവ് നോക്കിയിട്ട് നമ്മൾ പറയാ ഫാസിസ്റ്റ് സംഘടന എന്നുള്ളത് ആണോ? അല്ല, അത് ഫാസിസ്റ്റ് സംഘടനയാണ് എങ്കിൽ ആ സംഘപരിവാറിന്റെ പുസ്തകത്തിൽ എഴുതി വെക്കുവോ ഞങ്ങള് ഫാസിസ്റ്റ് ആണെന്ന്? അങ്ങനെയല്ല ഞാൻ ചോദിക്കുന്നത്. പെട്ടെന്ന് സംസാരിക്കില്ല, നമ്മള് സമാധാനത്തിൽ പറയാം. അതെ, ഞാൻ പറയുന്നത് സംഘം ഞാനിപ്പോ എന്ത് ചെയ്ത് ഈ സംഘപരിവാറ് ഫാസിസ്റ്റ് ആണ് എന്നതിന് തെളിവ് ഉദ്ധരിക്കുക സംഘപരിവാറിന്റെ പുസ്തകം നോക്കിയിട്ട് ഉദ്ധരിക്കുക തെളിവ് അല്ലേ? അല്ലേ? അങ്ങനെ ഉദ്ധരിക്കില്ല നമ്മള്? അല്ലേ? അല്ലല്ല, സംഘപരിവാറിന്റെ പുസ്തകം നോക്കിയിട്ട് നമ്മൾ അയാള് ഫാസിസ്റ്റ് ആയാലും സംഘപരിവാറിന്റെ പുസ്തകം നമുക്ക് ഉദ്ധരിക്കുമ്പോ അതിന് ഭീകരതാണ് അല്ലെങ്കിൽ മറ്റേതാണെന്ന് അതിന് തെളിവുണ്ടെങ്കിൽ നമ്മൾ പറയാം. അതില് മുസ്ലിങ്ങളും കമ്മ്യൂണിസ്റ്റുകാരൊക്കെ ശത്രുക്കളാന്ന് എഴുതിയിട്ടുണ്ട് സംഘപരിവാറിന്റെ അവരുടെ വിചാരധാരയില്. അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ വരട്ടെ. അതിൽ എഴുതി വെച്ചിട്ടുണ്ട് മുസ്ലിങ്ങൾ ശത്രുക്കളാണ് എന്ന് പറയുന്നതുകൊണ്ടാണ് മുസ്ലിങ്ങൾ അത് ഭീകരവാദ സംഘടന എന്ന് നമ്മൾ പറയുന്നത്. നിങ്ങൾ പറഞ്ഞ വാക്കിലാണ്. അപ്പോ ഞാൻ ചോദിക്കുന്നത്, ഈ ചരിത്ര പുസ്തകത്തിൽ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടോ? കൊള്ളയടിച്ചെന്ന് എഴുതി വെച്ചിട്ടുണ്ടോ? മുശ്രിക്കുകളെ കൊലപ്പെടുത്തുക, മറ്റു ഗോത്രങ്ങളെ കൊലപ്പെടുത്തുക. അതല്ലല്ല, ഞാൻ എന്റെ ചോദ്യം നിങ്ങൾ ശ്രദ്ധിക്കണം. വെറുതെ അതാ ഞാൻ പറഞ്ഞ എന്തെങ്കിലും ആധികാരികത പറയണോ? എന്താണ് നിങ്ങൾക്ക്? ഏത് ചരിത്ര ഗ്രന്ഥാണ് നിങ്ങൾ എടുക്കുക? നിങ്ങളെ പേരെന്താ? എന്റെ പേര് അബ്ദുറഹ്മാൻ. ഇപ്പൊ ഒരു ആധികാരിക ഗ്രന്ഥം എന്നൊക്കെ പറഞ്ഞ ആധികാരികമായിട്ട് സംസാരിക്കാൻ കെൽപ്പുള്ള ആളാണോ? അതെ. ആണ്. നിങ്ങൾ വല്ല ഫൈസിയോ ബാക്കവിയോ സഖാഫിയോ എന്തിലാണോ? അല്ല, നിങ്ങൾക്ക് ആധികാരികമായി ചോദിക്കുക. അതാണെങ്കിൽ നമുക്ക് വേറെ മാർഗം ഉണ്ട്. അതിന് വേണ്ടിട്ടാണ്.
എന്ത് അതാണെങ്കിൽ നമുക്കിത് ഇസ്ലാമിലെ കൊള്ളയും യുദ്ധവും എല്ലാം കൊള്ളയാണോ യുദ്ധമാണോ നമുക്ക് ചർച്ച ഞാനിപ്പോ ഒരു ചെയ്യാലോ. സാധാരണ ആളാണെങ്കിലും ആരാളെങ്കിലും നിങ്ങൾ ആധികാരികമായ അത് നമ്മൾ ഇസ്ലാമികമായ തെളിവായിട്ട് ഉദ്ധരിക്കുന്ന ഗ്രന്ഥമായിരിക്കണം. നിങ്ങള് അപ്പൊ സഹീഹുൽ നിങ്ങൾ പറയുന്നത് ബുഖാരി ഒരു അംഗീകരിക്കുവോ? മിനിറ്റ് നിങ്ങൾ ഒരു മിനിറ്റ് ചോദിക്കുന്നത് ആ മുഹമ്മദ് നബി കൊള്ളയടിച്ചു എന്ന് കൊള്ള എന്ന് എഴുതി വെച്ചിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അതാ ചോദ്യം. അത് ഉണ്ടാവില്ലല്ലോ. നിങ്ങളൊന്നും എനിക്ക് ഉണ്ടെങ്കിൽ ഒന്ന് അതെങ്ങനെ ഉണ്ടാവുക? വാട്സപ്പിൽ വേണം. അതെങ്ങനെ ഉണ്ടാവുക? അങ്ങനെ അതെങ്ങനെ ഉണ്ടാവുക? നിങ്ങൾ അതിനൊരു ഉദാഹരണം പറഞ്ഞെന്ന് പറഞ്ഞാല് പിന്നെ RSS അതുപോലെ അവർ എന്താണ് ഫാസിസ്റ്റ് ആണ്. ഞാൻ ചോദിച്ചാൽ എന്താ തെളിവും ചോദിച്ചു. അവരുടെ ഗ്രന്ഥം നോക്കിയ തെളിവുണ്ടോ എന്ന് ചോദിച്ചപ്പം പറഞ്ഞ് നിങ്ങൾ അതിൽ തെളിവുണ്ട് എന്ന് പറഞ്ഞു. തെളിവുണ്ട്, അതിൽ ഫാസിസ്റ്റ് ആണ് നിങ്ങൾ കാണിച്ചു തരുവോ? അല്ല മുസ്ലിങ്ങൾക്ക് എന്താണ് ഫാസിസ്റ്റ് ആണെന്നുണ്ടോ? അതില് സംഘപരിവാർ ഒരു ഫാസിസ്റ്റ് സംഘടനയാണെന്നല്ലേ എഴുതി വെച്ചിട്ടുണ്ടോ? ഫാസിസ്റ്റ് സംഘടന എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ നിർവചനം എന്താ? അപ്പൊ ഈ നിർവചനമല്ല, അവരുടെ ഉദ്ദേശം അതിൽ എഴുതി വെച്ച കുറെ കാര്യങ്ങള് ബഹളം ഉണ്ടാക്കല്ലേ. ഫാസിസമായാലും നാസിസമായാലും ഒരു സംഘടനയെ നമ്മൾ വിലയിരുത്തുന്നത് അവരുടെ ബഹളം ഉണ്ടാക്കല്ലേ സുഹൃത്തെ. ഇവരുടെ ഒരു സംഘടനയെ ആയാലും ഒരു മതത്തെ ആയാലും നമ്മൾ വിലയിരുത്തുന്നത് അതിന്റെ ആശയപരമായിട്ട് അത് എഴുതി വെച്ച പൊതു കാര്യങ്ങൾ എന്നൊക്കെ. നിങ്ങൾ ബഹളം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. ഞാനൊരു സെന്റൻസ് ഫുൾ സ്റ്റോപ്പ് ചെയ്യട്ടെ. നിങ്ങൾക്ക് തജ്വീദൊക്കെ വെച്ച് ഖുർആൻ ഓതുന്ന ആളല്ലേ നിങ്ങൾ. എന്തെങ്ങനെ ഒരു ജീമെങ്കിലും കാണുമ്പോ നിങ്ങള് പറയാ, അല്ലാതെ വെറുതെ പറയാ അങ്ങനെയല്ല. നിങ്ങൾ ഞാനൊരു കാര്യം ഒരു സെന്റൻസ് കംപ്ലീറ്റ് ചെയ്യട്ടെ. അതല്ലേ ഒരു സംഘടന അല്ലെങ്കിൽ ഒരു സംഘം. എനിക്ക് നിങ്ങൾക്ക് സമയം തന്നിട്ടുണ്ട്. അതിനു വേണ്ടിയല്ലേ ഇപ്പൊ ഇവിടെ ഇരിക്കണേ. അപ്പൊ ഒരു സംഘടനയുടെ പ്രവർത്തനം ഇപ്പോ സംഘപരിവാർ ഫാസിസ്റ്റ് സംഘടനയാണോ അല്ലേ എന്ന് നിങ്ങൾ വിലയിരുത്തുന്നത് അവരുടെ ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ച ചില സൂചനകളും അവരുടെ പൊതുവിൽ അവരുടെ ചെയ്തികളും പ്രവൃത്തികളും അവരുടെ സംസാരവും എല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ട് നിങ്ങളാണ് പറയാ. അതേപോലെ തന്നെ ഇസ്ലാമില് നിങ്ങൾ യുദ്ധങ്ങൾ എന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും, ഇസ്ലാമിന്റെ ശത്രുക്കൾ എന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും, ഇസ്ലാമികമല്ലാത്ത ആളുകളോട് എങ്ങനെ പെരുമാറണം എന്ന ചില നിയമങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടാവും. ആ എഴുതി വെക്കപ്പെട്ട കാര്യങ്ങളും ഈ പ്രവാചകനും അവരുടെ അനുയായികളും ചെയ്ത കാര്യങ്ങളും അതിൽ അവർ ചെയ്തു കൂട്ടിയിട്ടുള്ള കാര്യങ്ങളും ചരിത്രം എല്ലാം കൂടെ വെച്ചിട്ടാണ് ഇസ്ലാമിൽ നടന്നത് ഏതെങ്കിലും തരത്തിലുള്ള പ്രതിരോധത്തിന് വേണ്ടിയിട്ടുള്ള യുദ്ധമല്ല എന്നും ആളുകളെ ആശയപരമായി കീഴ്പ്പെടുത്താനും ആളുകളെ സായുധമായി കീഴ്പ്പെടുത്തി അവരുടെ സ്വത്തുക്കൾ കൈക്കലാക്കാനും വരെ മുഹമ്മദ് നബിയും കൂട്ടരും ആളുകളെ ആക്രമിച്ചിട്ടുണ്ട് എന്നത്. നിങ്ങൾക്ക് ഒരു സംഭവം ഞാൻ നിങ്ങളോട് ചോദിക്കാം. തബൂക്ക് യാത്ര കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോഴത്തെ സംഭവം നിങ്ങൾ വിഷയം കഴിഞ്ഞോ? നിങ്ങൾ പറഞ്ഞോളൂ. അതായത് നമ്മള് ഒരു തെളിവ് ഉദ്ധരിക്കുമ്പോ അതെല്ലാം മനസ്സിലാക്കേണ്ട വിഷയമാണ്. തെളിവ് പറയുമ്പോ എന്തെങ്കിലും തെളിവ് പറയരുത്, ആധികാരികമായ തെളിവ്. നമ്മളൊരു ഗ്രന്ഥം ഉപയോഗിക്കുന്നു. ആ ഉപയോഗം വായിച്ചു കഴിഞ്ഞാൽ അതിനെപ്പറ്റി ഇന്ന വിഷയത്തിൽ ഇന്നത് ചെയ്തിട്ടുണ്ട്, അത് ഇന്ന വിഷയമാണ്, അത് കൊള്ളയാണ് എന്ന് ഏതെങ്കിലും ഗ്രന്ഥത്തിൽ നിങ്ങൾക്ക് പറയാൻ കഴിയുമെന്ന് ചോദിക്കുന്നത്. പറഞ്ഞുതരാലോ, ഇഷ്ടംപോലെ ഗ്രന്ഥങ്ങളിലുണ്ട്. നിങ്ങൾക്ക് നൂറുൽ യഖീൻ എടുത്ത് വായിക്കാം. ചെറിയ പുസ്തകമാണല്ലോ, കിട്ടുമല്ലോ. നിങ്ങളെ കയ്യിലുണ്ടോ? അല്ല, നൂറുൽ യഖീൻ വേണമെന്നല്ല, നമ്മൾക്ക് ഇഷ്ടംപോലെ തഫ്സീറുകൾ ഉണ്ടല്ലോ. നൂറുൽ യഖീന് ചെറിയ ചരിത്ര സംഗ്രഹ പുസ്തകം ഉണ്ടല്ലോ. നിങ്ങൾ അംഗീകരിക്കാത്ത ഗ്രന്ഥാണോ ഞാൻ ചോദിക്കുന്നത്? നൂറുൽ യഖീൻ നിങ്ങൾ അംഗീകരിക്കുവോ? അങ്ങനെയല്ല, ഇഷ്ടംപോലെ ഖുർആന്റെ വിശദീകരണം ഉണ്ടല്ലോ. നൂറുൽ യഖീന് നിങ്ങൾ അംഗീകരിക്കുവോ? ഞാൻ ചോദിക്കുന്നത് അതല്ല. ഈ ഇഷ്ടംപോലെ ആരാണ് എഴുതിയത്? നൂറുൽ യഖീൻ നിങ്ങൾ അംഗീകരിക്കുമെന്നാ ഞാൻ ചോദിച്ചത്. നൂറുൽ യഖീൻ ആരാണ് എഴുതിയത്? അതിന്റെ രചയിതാവ് ആരാണ്? എനിക്ക് ഓർമ്മയില്ല, പേര് ഓർമ്മയില്ല. ഓ, അതെല്ലാം അറിയണ്ട നിങ്ങൾ. നൂറുൽ യഖീൻ എന്ന് പറയുമ്പോ അത് നമ്മൾ ഇസ്ലാമികമായ പ്രമാണമാണോ, നമ്മൾ അംഗീകരിക്കുന്ന പ്രമാണമാണോന്നല്ല നോക്കണ്ടേ. നിങ്ങൾ അംഗീകരിക്കുന്ന ഗ്രന്ഥമായതുകൊണ്ടല്ലേ നിങ്ങൾ ഇവിടെ അച്ചടിച്ച് പ്രസിദ്ധീകരിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത് ഇസ്ലാമികമായ ആധികാരികമായ ഗ്രന്ഥമായ മുഫസ്സിരീങ്ങളായ, നിങ്ങൾക്ക് കുറെ തഫ്സീർ പറയുന്നുണ്ടല്ലോ, ഇബ്നു ബൈളാവി, അതുപോലെ തന്നെ ഇങ്ങനെ ഇതുപോലുള്ള ആധികാരികമായ ഗ്രന്ഥങ്ങളിൽ അവരാണല്ലോ അത് വിശദീകരിക്കേണ്ടത്. ആ ഗ്രന്ഥങ്ങളിൽ കൊള്ള എന്ന് എഴുതി വെച്ചിട്ടുണ്ടോ എന്നാണ്. അവര് ഗ്രന്ഥങ്ങളിൽ കൊള്ള എന്ന് എഴുതി വെച്ചിട്ടുണ്ടോ എന്നാണ് നിങ്ങളെ ചോദ്യം. എന്റെ ചോദ്യം. ആ ചോദ്യത്തിന് മറ്റെല്ലാം ഉദ്ധരിക്കുന്നില്ല, അത് നോക്കിയിട്ടാണ് നിങ്ങൾ മറ്റെല്ലാം ഉദ്ധരിക്കുന്നത്.
കൊള്ള ആണോ അല്ലെ ഒരു കാര്യം കൊള്ളയാണോ എന്ന് എന്നൊരു കാര്യം തീരുമാനിക്കുന്നത് ആ കൊള്ളക്കാരൻ അല്ലെങ്കിൽ ആ കൊള്ളക്കാരന്റെ അനുയായികൾ. ഒരു മിനിറ്റ് സുഹൃത്തെ, ഒരു വിഷയം നിങ്ങൾ പറഞ്ഞു മനസ്സിലായി. ഒരു വിഷയം കൊള്ളയാണോ അല്ലേന്ന് തീരുമാനിക്കുന്നത് ആ കൊള്ളക്കാരന്റെ അനുയായികൾ എഴുതി വെച്ച പുസ്തകം നോക്കിയിട്ടല്ല, ആ പ്രവൃത്തി എന്താണ് നോക്കിയിട്ടാണ്. പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു കാര്യം ചെയ്തത് ആ പ്രവൃത്തി ഏത് വിധത്തിലാണ്, എങ്ങനെയാണ് എന്നുള്ള സാഹചര്യം ഉണ്ടാവില്ല. അതെ, ആ സാഹചര്യം നോക്കിയിട്ടാണ് ഞാൻ പറയുന്നത് കൊള്ളയാണ്. സാഹചര്യം ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ഒരു ഗ്രന്ഥം ഉദ്ധരിക്കുമ്പോൾ നല്ല ശ്രദ്ധിക്കണം. ഒരു ഗ്രന്ഥം നിങ്ങൾ ഉദ്ധരിക്കുമ്പോൾ ആ ഗ്രന്ഥത്തിൽ നിന്നാണോ ആ ചരിത്രത്തിൽ നിന്നാണോ നിങ്ങൾ ഉദ്ധരിക്കുന്നുണ്ടെങ്കിൽ, ആ ചരിത്രത്തിൽ ഉദ്ധരിക്കുന്നുണ്ടെങ്കിൽ ആ ചരിത്രം പറയുമ്പോൾ അത് ഇന്നതാണ്, ഇന്ന കൊള്ളയാണ്, അല്ലെങ്കിൽ ഇന്ന് ശരിയാണ്, തെറ്റാണ് എന്നാ കിതാബ് പറയണം. അതെങ്ങനെ പറയാ? നിങ്ങൾക്ക് പറയാൻ കഴിയോ? ഇപ്പൊ വീരപ്പൻ എഴുതി വെച്ച എന്തൊരു കഷ്ടം. ഒരു കൊള്ളക്കാരൻ അയാളുടെ ജീവചരിത്രം എഴുതുകയോ ആ കൊള്ളക്കാരന്റെ അനുയായികൾ അദ്ദേഹത്തിന്റെ പ്രവൃത്തികളെ മഹത്വപ്പെടുത്തിക്കൊണ്ട് പുസ്തകം എഴുതുകയോ ചെയ്യുമ്പോ അത് കൊള്ളക്കാരനായിരുന്നു എന്ന് എഴുതുവോ? ഒരു കൊള്ളക്കാരൻ എന്തായാലും ഒരു കൊള്ളക്കാരന്റെ ജീവചരിത്രം എഴുതുമ്പോ അത് കൊള്ളക്കാരനാണെന്നുള്ളത് എന്ത് ചെയ്താൽ അതിലുണ്ടാവൂലേ? എങ്ങനെ ഉണ്ടാവുക? അയാൾ ഈ സമൂഹത്തിന് വേണ്ടി സേവനം ചെയ്ത ഒരാളായിട്ടാണ് പിന്നീട് അറിയപ്പെടുന്നത്. എന്തൊക്കെ ബഡായിങ്ങൾ പറയണത്? ബദറിലൊക്കെ വരും. എന്താ ബദർ? ജീവചരിത്രം എന്താ ബദർ? ബദറാണല്ലോ ഒന്നാമത്തെ കൊള്ള നിങ്ങൾ അറിയപ്പെടുന്നത്. ഞാൻ പറയാറുള്ളത് വലിയ കൊള്ളക്ക് ആധികാരികമായിട്ട് ചരിത്രത്തിൽ പറയും. ആ ബദറി ചരിത്രത്തിൽ ഞാൻ നല്ല സംസാരിക്കാൻ ഇഷ്ടമുള്ളതുകൊണ്ടാണ്. ഖുർആനിലുണ്ട് തെളിവ്. ഖുർആൻ അംഗീകരിക്കുവോ? ഖുർആനിൽ തെളിവുണ്ട്. പിന്നെ ഖുർആൻ അംഗീകരിക്കാണ്ട് ബദറിലേക്ക് പോകുന്ന സഹാബികൾക്ക് പ്രചോദനമായിക്കൊണ്ട് ഇറങ്ങിയ ഖുർആൻ വചനത്തിൽ അവിടെ പോയ നിങ്ങൾക്ക് എന്ത് കിട്ടുന്ന പറഞ്ഞത്? ഖുർആൻ ഓതണോ? നിങ്ങൾ പറഞ്ഞോളി, നിങ്ങൾ ഓതിക്കോളി. പഠിച്ച മൊഴിയാര് അവിടെ പോയാൽ എന്ത് കിട്ടുന്ന അള്ള പറഞ്ഞു കൊടുത്തത്? അവിടെ പോയാലേ ബദറിൽ പോയാല് നിങ്ങക്ക് രണ്ടാലൊന്ന് കിട്ടുന്ന പറയണ്ടല്ലോ. ആയത്ത് ഒന്നെന്താ? ആ ഒന്നെന്താണ് നിങ്ങൾ പറയേ? നിങ്ങള് നമ്മള് മലയാളത്തിലല്ലേ സംസാരിക്കണം, നിങ്ങൾ പറയേ. അങ്ങനെയല്ല പറഞ്ഞു. നിങ്ങൾ ഖുർആനല്ല, ഖുർആൻ മലയാളമല്ല, അറബിയല്ലേ? നമ്മള് മലയാളത്തിലല്ല ഇപ്പൊ സംസാരിക്കണത്. ഖുർആൻ അറബിയല്ലേ? നിങ്ങൾ അറബി ഓതിക്കോളി. നിങ്ങളെ ഖുർആൻ തെളിവ് പറയുന്നത് ഇന്ന ആയത്തില്, ഇന്ന സൂറത്തിൽ, ഇന്ന ആയത്ത് പറയേ. ഒക്കെ ഞാൻ ഈ പിന്നെ ബദർ പറയുന്നോടത്ത് ഇഷ്ടം പോലെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എന്റെ ചാനലിൽ പോയിട്ട് ബദർ ഓതിക്കോട്. നിങ്ങൾ പറയ്, ഖുർആനിൽ തെളിവുണ്ട്. നിങ്ങൾക്ക് ബദർ യുദ്ധം കൊള്ളയാണോ അല്ലേ? നിങ്ങൾക്ക് എന്താ സംസാരിക്കാൻ താല്പര്യം എന്നോട്? ഖുർആൻ പറഞ്ഞിട്ടുള്ള നിങ്ങൾ നോയിക്കോളിന്നേ. നിങ്ങൾ വെറുതെ എല്ലാം എന്നോട് ചോദിച്ചാ എങ്ങനെ? എന്താ ബദർ നിങ്ങൾ പറഞ്ഞോളിയും. ഞാൻ ഒരു കാര്യം ഇപ്പൊ പറയുന്നത് നിങ്ങള് ബദർ എന്താണ് നിങ്ങൾ പറയൂ സുഹൃത്തെ. ബദർ എന്താണ്? നിങ്ങൾ കൃത്യമായിട്ട് ഉരുളല്ല, നിങ്ങൾ ഉരുളലൊക്കെ നിങ്ങളെ കയ്യിൽ വെച്ചാൽ മതി. ആ നമ്പറൊക്കെ നിങ്ങൾ കയ്യിൽ വെക്ക. അല്ല, നമ്പർ കയ്യിൽ വെക്കാന്ന് പറഞ്ഞാല് നിങ്ങൾ ഈ പറയുന്നത് ഞാൻ ചോദിക്കുന്നത് വ്യക്തമല്ലേ? തെളിവ് എന്താണ്? നിങ്ങൾ പറഞ്ഞു പിന്നെ ചരിത്ര പുസ്തകത്തിൽ അത് ബദറിന്റെ ചരിത്ര പുസ്തകം നിങ്ങൾ വായിക്കുമ്പോ അത് കൊള്ളയാണ് എന്നുള്ള അതിൽ എഴുതണ്ട, എന്നല്ല ആ പുസ്തകം നമുക്ക് അംഗീകരിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ നിങ്ങൾക്ക് കാണിക്കാൻ കഴിയോ? ഞങ്ങൾക്ക് എല്ലാം പ്രതികരിച്ചരാ. നിങ്ങൾ എന്തിനാ നിങ്ങൾ വേറെ പോണത്? നിങ്ങൾ ഇതൊക്കെ പഠിച്ച ആളല്ലേ? ഇതൊക്കെ പഠിച്ചിട്ട് മുഹമ്മദ് നബി കൊള്ള ചെയ്തിട്ടില്ലേ? നമ്മൾ കൊള്ളയാണെന്ന് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മുഹമ്മദ് കൊള്ള ചെയ്തിട്ടുണ്ട്. മറ്റുള്ള മനുഷ്യരുടെ സ്വത്തുക്കൾ അന്യായമായി കൈപ്പെടുത്തിയിട്ടുണ്ട്. ഇഷ്ടംപോലെ ഉണ്ട്. നിങ്ങൾ ആ ആയത്തോത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ, നിങ്ങൾക്ക് അറിയാലോ. എന്തിനാ നമ്മൾ പോയി തന്നെ? നമ്മൾ പഠിച്ചത് ഇങ്ങനെയല്ല. നിങ്ങൾ എങ്ങനെ പഠിച്ചേ? നമ്മൾ കൊള്ളയൊന്നും പഠിച്ചിട്ടില്ല. ബദറിലേക്ക് പോകാൻ വേണ്ടി ആളുകൾ തയ്യാറാവുമ്പോ ബദറിലേക്ക് പ്രചോദിപ്പിച്ചുകൊണ്ട് ഇറങ്ങിയ ഖുർആൻ വചനങ്ങൾ ഓതി നമുക്ക് നോക്കാലോ. നമ്മൾ പഠിച്ചത് എന്താണ്? പ്രവാചകൻ നീതിമാനാണ്, സത്യസന്ധനാണ്, അതുപോലെ തന്നെ ഇതെല്ലാമാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പൊ ഉണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ പഠിക്കേണ്ട വേറെ വിഷയമാണ്. പഠിക്കണം. ഇസ്ലാമിലെ യുദ്ധങ്ങൾ നിങ്ങളൊരു പരസ്യമായിട്ട് ഒരു സംഭാഷണത്തിന് തയ്യാറായിട്ട് അതല്ല നിങ്ങളോട് ചോദിക്കുന്നത്. പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ ഇസ്ലാമിലെ യുദ്ധങ്ങൾ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ നമുക്ക് സംസാരിക്കാം. നിങ്ങളുണ്ടോ? ഇസ്ലാമിലെ യുദ്ധങ്ങൾ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ നിങ്ങളുണ്ടോ? ഞാനിപ്പോ നിങ്ങൾ ഡൗട്ട് വെച്ച് നിങ്ങൾ അതിന് മറുപടി പറയല്ലോ വേണ്ടേ?
ഇങ്ങനെയൊന്നും ഇപ്പൊ ഒരു ഫോണിൽ തീരാവുന്ന സാധനമല്ലല്ലോ ഇത്. 90 സ്ഥലങ്ങളാണ് ആക്രമിച്ചിട്ടുള്ളത്. അല്ല, നമുക്കതിലൊക്കെ ഞാൻ ചോദിക്കുന്നത്, നിങ്ങള് വ്യക്തമായിട്ട് എന്തെങ്കിലും ഒരു തെളിവ് ഇതുവരെ ഉദ്ധരിച്ചിട്ടില്ല. നിങ്ങൾ ആദ്യം പറഞ്ഞു എന്താണ് നിങ്ങൾക്ക് തെളിവ് തരേണ്ടത്? ഞങ്ങൾക്ക് തെളിവ് എന്ന് പറഞ്ഞാൽ അത് പ്രവാചകൻ കൊള്ളയടിച്ചു എന്ന് പറയുമ്പോ, ഒരു ആധികാരികമായ ഒരു പ്രവാചകൻ കൊള്ളയടിച്ചു എന്ന് പറയുമ്പോ അതിന് ആധികാരികമായ തെളിവ് വേണ്ടേ? അല്ലേ? ഒരു പ്രവാചകൻ കൊള്ളയടിച്ചു ഈ സമൂഹത്തിന് നന്മ വരുത്താൻ വേണ്ടി ഒരു പ്രവാചകൻ അയച്ചെങ്കിൽ അയാൾ കൊള്ളയടിച്ചെന്ന് പറഞ്ഞാൽ ഇത്രയും ആളുകൾ അനുയായികൾ അയാൾ കൂടെ ഉണ്ടാവുക? നിങ്ങളോട് ഞാനൊരു കാര്യം ചോദിക്കാം. ബനു മുസ്തലഖ് എന്ന് കേട്ടിട്ടുണ്ടോ? ബനു മുസ്തലഖ് എന്ന് കേട്ടിട്ടുണ്ടോ? ബനു മുസ്തലഖ് നിങ്ങൾ ഓരോ വിഷയം പറയൂ. അതെ, കേട്ടിട്ടുണ്ടോ? അത് പറയൂ. കേട്ടിട്ടുണ്ടോ? അല്ല, നിങ്ങൾ പറയൂ. അല്ല, നിങ്ങൾ കേട്ടിട്ടുണ്ടോന്ന് ചോദിക്കാണ്. കേട്ടോ കേട്ടിട്ടില്ലെന്നുള്ള വിഷയം നമ്മുടെ ചർച്ച. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അങ്ങനെയല്ല, നിങ്ങൾ ചർച്ച പ്രവാചകൻ കൊള്ളയടിച്ചു എന്നതിന് മുഹമ്മദ് നബി ചെയ്ത എല്ലാ യുദ്ധങ്ങളും ഞാൻ ചോദിക്കുന്നേ, നിങ്ങൾക്ക് കിട്ടിയ ഒരു ചെറിയ ഇത് ഞാൻ പറഞ്ഞു സുഹൃത്തെ, മുഹമ്മദിന്റെ ജീവിതത്തിൽ യുദ്ധം എന്ന രീതിയിൽ അല്ലെങ്കിൽ അക്രമം എന്ന രീതിയിൽ നടന്നിട്ടുള്ള ഉഹദും ഖന്തക്കും ഒഴികെയുള്ള സകല സാധനങ്ങളും കൊള്ളയോ കൊള്ളശ്രമങ്ങളോ ആയിരുന്നു. അങ്ങനെയല്ല, യുദ്ധം എന്ന് പറഞ്ഞ ഒരു രാഷ്ട്രത്തിന്റെ നേതാവ് യുദ്ധം ചെയ്യൂലേ? ഏതാണ് ആദ്യത്തെ യുദ്ധം? അല്ല, ഒരു രാഷ്ട്രത്തിന്റെ നേതാവിനെ ആ രാഷ്ട്രത്തിന്റെ വേണ്ടിട്ട് നമ്മൾ ഇന്ത്യ യുദ്ധം ചെയ്യൂലേ? ഏത് രാഷ്ട്രത്തിന്റെ നേതാവായിരുന്നു മുഹമ്മദ്? ഏതൊരു രാഷ്ട്രം അത് നിങ്ങൾക്ക് അറിയില്ല? പറയ്, അതേതൊരു രാഷ്ട്രം? എനിക്കിത് അറിയാവുന്നോണ്ടല്ലേ അതൊക്കെ പറയുന്നത്. അപ്പൊ നിങ്ങൾക്കറിയില്ല. നിങ്ങൾ ഇതുവരെയായിട്ട് എനിക്ക് മറുപടി തന്നിട്ടില്ല. നിങ്ങൾ എനിക്ക് പറഞ്ഞു ബദർ അത് കൊള്ളയാണെന്ന് പറഞ്ഞ് നിങ്ങൾ ഏതൊരു നിങ്ങളൊരു ഗ്രന്ഥം ഞാൻ ചോദിച്ചു, ആ ഗ്രന്ഥത്തിൽ കൊള്ളയാന്ന് പറയുന്നുണ്ടോ? പാളിപ്പോയ കൊള്ളയാണ്. ബദറിനെ കുറിച്ച് ഖുർആനിൽ പറയുന്നുണ്ട്, സമ്പത്ത് കിട്ടും. ഇത് റെക്കോർഡാ? ഓ, റെക്കോർഡാണ്. അയ്യോ അന്ന് നമുക്ക് കേട്ടാ. അപ്പോ ഞാൻ ചോദിക്കുന്ന, ആധികാരികമായിട്ട് ചോദിക്കുന്ന പറഞ്ഞിട്ടുണ്ടോ എന്നാ ചോദിക്കുന്നത്. ആ ചോദ്യത്തിന് മറുപടി പറയേണ്ടത്. ശരി, കൊള്ളാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും കൊള്ളയാണ്. അയ്യേ, അതെങ്ങനെ? ഇസ്ലാമിലെ പുസ്തകം എടുക്കണം. എന്നിട്ട് ഇസ്ലാമിനെ വിമർശിക്കുന്ന ഏതെങ്കിലും ഗ്രന്ഥങ്ങളിലോ ഏതെങ്കിലും കൊള്ളാന്ന് പറഞ്ഞിട്ടുണ്ടോ? ഞാൻ പറഞ്ഞുതരാം. ഇനി ഇസ്ലാം ബദർ കൊള്ളയാണോ അല്ലേ, അല്ലെങ്കിൽ കൊള്ളശ്രമമാണോ അല്ലേ, നമുക്കൊന്ന് പരിശോധിക്കാം. എന്റെ ചോദ്യം നമുക്ക് രണ്ടാമത് കൂടി പരിശോധിക്കാം. എന്റെ ചോദ്യം നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങളെ ചോദ്യത്തിനുള്ള ഉത്തരാണ് പറഞ്ഞു തരുന്നത്. ഒരു കൊള്ളക്കാരനെ നിങ്ങളെ വാചാലത വേണ്ട, എനിക്ക് ഏതെങ്കിലും ആധികാരികമായ ഗ്രന്ഥത്തിൽ പറയണം. എനിക്ക് വാചാലത തന്നെ ധാരാളമാണ്. നിങ്ങൾക്ക് അത് മതിയാവണില്ലേ, നിങ്ങൾ ഗ്രന്ഥം കൊണ്ടുവരും, നമുക്ക് നോക്കാം. ഞാനില്ലല്ലോ കൊണ്ടുവരുന്നത്, നിങ്ങളെല്ലാം കൊള്ളാന്ന് പറയുന്നത്. ഞാൻ പറയുന്നതിന് ഞാൻ തെളിവ് തരും. നിങ്ങൾ പറയും. മുഹമ്മദ് നബി മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയി. അവിടെ നിന്ന് ഈ ബദറിന് മുമ്പ് 2-3 സംഭവങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അത് ചെറിയ കുഞ്ഞു കുഞ്ഞു സംഭവങ്ങളാണ്. ആദ്യമായിട്ട് പറ്റിയ ഗനീമത്ത് ബദറിൽ നിന്നല്ല, വേറെയാണ്. അത് വെറുതെ 2-3 ആൾക്കാരെ ആക്രമിച്ച് മുഹമ്മദിന്റെ സംഘം കൊള്ള ചെയ്ത് കൊണ്ടുവന്നതാണ്. അതവിടെ നിൽക്കട്ടെ. നിങ്ങൾക്ക് ഇതൊന്നും അറിയില്ല, അതാണ് പ്രശ്നം. ഞാൻ അറിയുന്നോണ്ടല്ലേ നിങ്ങൾ ഇത് കൃത്യമായിട്ട് നിങ്ങളെ ചോദ്യത്തിന് മറുപടി ഞാൻ ചോദിക്കുന്നത്. മറുപടി പറയില്ലല്ലോ. ഞാൻ അതുകൊണ്ടല്ലേ ഇബിന് കസീറും മറ്റു ഇതെല്ലാം ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ഇതുവരെയായിട്ട് പറഞ്ഞില്ല. ഇബ്നു കസീറൊക്കെ എടുത്തങ്ങൾ ഓടുവിടുന്നത്. ഏത് തഫ്സീർ കസീറൊക്കെ എടുത്തങ്ങൾ ഇവിടുന്ന് ഓടുന്ന് പറയാം. അതെന്നെ ചോദിക്കുന്നത്, അതിൽ കൊള്ളയുണ്ടോന്നാ ചോദിക്കുന്നത്. ഞാനിപ്പോ വണ്ടിയിലിരിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാനിപ്പോ അതെടുത്ത് വായിച്ചു തന്നിട്ട് നിങ്ങൾ ഇവിടുന്ന് ഓടേണ്ടി വരും. അല്ല, നിങ്ങൾ വായിക്കേണ്ടത് നിങ്ങൾ ഞാൻ ഇപ്പൊ വിളിച്ച സ്ഥിതിക്ക് വായിക്കല്ലേ വേണ്ടത്.
നമ്മൾ ഈ യാത്രകളും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുമ്പോ പുറത്തൊക്കെ പോകുന്ന സമയത്ത് കിതാബും കെട്ട് വണ്ടിയിലെ ബാക്ക് സീറ്റിൽ വെച്ചിട്ടാ പോവാ? ഏത് ഗ്രന്ഥത്തില് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത് ബദർ എന്താന്ന് നമുക്ക് പരിശോധിക്കാം. ബദറിനെ കുറിച്ചാണ് നിങ്ങളെ പ്രശ്നം. മുഹമ്മദ് നബി മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുന്നു. നമ്മൾ ബദറിലേക്ക് പോവപ്പോ മുഹമ്മദ് നബി മക്കയിൽ നിന്ന് മദീനയിൽ നിന്ന് മുഹമ്മദ് നബി അല്ലല്ലോ പോയത്. ഞാൻ പറയട്ടെ, എല്ലാം കൊള്ളയിലേക്ക് മുഹമ്മദ് നബി ഉണ്ടായിട്ടില്ല. പിടിക്കുന്നത് ഞങ്ങൾ ആദ്യം ചരിത്രം പറയുമ്പോ ശരിക്കും പറയും. ആ കൊള്ളയിൽ മുഹമ്മദ് നബി ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോ കൊള്ള നടന്നു നിങ്ങൾ സംഭവിക്കുന്നു. നിങ്ങൾ പറയുന്ന വാക്കില് നിങ്ങൾ പറയുന്ന അർത്ഥത്തില് ഞാൻ പറയുന്നത് ബഹളം വെക്കല്ലേ? ഇല്ല നമ്മള് വളരെ സ്നേഹത്തോടെ സംസാരിക്കുന്നത്. ആ സംഘത്തെ പുറത്തോട്ട് നിയോഗിച്ച് ഞാൻ ചോദിക്കുന്നത് ബദറിൽ ആദ്യം പോയത് ആരാണ്? ബദറിലേക്കല്ല പോണത്. എന്തൊരു കഥ! മുഹമ്മദ് നബി ആളുകളെ ചാരന്മാരെ നിയോഗിക്കുന്നു. എന്തിന്? ശരിക്കും വരട്ടെ. എന്തിന് നിങ്ങൾ പറയേ, നിങ്ങളെല്ലാം പറയുന്നത്. അബൂ സുഫിയാന്റെ നേതൃത്വത്തിലുള്ള കച്ചവട സംഘം ഷാമിലേക്ക് യാത്ര പോകുന്ന വിവരം അറിയുന്നു. ആ സംഘത്തെ ലക്ഷ്യമാക്കി അവരുടെ നീക്കങ്ങൾ അറിയാൻ വേണ്ടി മുഹമ്മദ് നബി ആളുകളെ നിയോഗിക്കുന്നു. മുഹമ്മദ് നബി വിവരം ഇങ്ങനെ വരുന്നുണ്ട് എന്ന് വിവരം കിട്ടി സംഘടിച്ച് ചെല്ലുമ്പോഴത്തേക്കും അവർ രക്ഷപ്പെട്ടു പോകുന്നു. സംഭവിച്ച കാര്യമാണോ അല്ലേ? അതെ, രക്ഷപ്പെട്ടിട്ടുണ്ട്. അത് തീർച്ചയായിട്ടുണ്ട്. പിന്നീട് 2 ശ്രമങ്ങൾ പരാജയപ്പെട്ടതിനു ശേഷം മൂന്നാമത്തെ യാത്ര, അതായത് മൂന്നാമത്തെ ശ്രമത്തിൽ ഒന്നാമത്തെ യാത്ര എന്താണ്? അതൊന്നും അറിയില്ല. ഈ അബൂ സുഫിയാന്റെ സംഘത്തെ ലക്ഷ്യം വെച്ച് എത്ര തവണ മുഹമ്മദ് പടയൊരുക്കം നടത്തിയിട്ടുണ്ട്? നിങ്ങൾ പറയൂ, ഞാൻ ബാക്കി നമ്മളെ വിശദീകരണം. നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തരണം, ഇതിനൊക്കെ ട്യൂഷൻ ഫീസ് തരണം. എങ്ങനെ? നിങ്ങൾക്ക് ഇപ്പൊ ക്ലാസ്സാണ് ഞാൻ എടുത്ത് തരണം. എന്റെ ഡൗട്ടല്ലേ ഞാൻ ചോദിക്കുന്നത്. എന്റെ ഡൗട്ട് ചോദിക്കുമ്പോ നിങ്ങൾ ഡൗട്ട് തീർക്കല്ലോ വേണ്ടേ? ഞാൻ ഇത് വരുന്നത് അറിയാന്നല്ല വരുന്നത്. നിങ്ങൾ വലിയ ആളാണ് എന്ന നിലക്ക് നിങ്ങളോട് ഡൗട്ട് ചോദിക്കും. നിങ്ങൾക്ക് ഇതിനെപ്പറ്റിയെല്ലാം ചരിത്ര ഗ്രന്ഥം അത് ഞാൻ മനസ്സിലാക്കി. പറയും. വെറുതെ ബഹളം വെക്കുക. എന്റെ ബഹളല്ലല്ലോ, ഞാൻ കാര്യം പറയുന്നത്. ഇനി പറയട്ടെ. മുഹമ്മദ് നബി എന്തിനാണ് ആളെ പറഞ്ഞത്? എന്തിനാണ്? കച്ചവട സംഘത്തിന്റെ പോക്കുവരവുകൾ നിരീക്ഷിക്കാൻ വേണ്ടി സംഘത്തെ പറഞ്ഞേക്കുന്നു. അപ്പൊ ഇനി ബദർ സാഹചര്യത്തിലേക്ക് തന്നെ പോവാം. അതിന്റെ മുമ്പത്തെ 2 പാളിപ്പോയ ശ്രമങ്ങൾ നമ്മൾ വിടാം. എന്നിട്ട് മുഹമ്മദ് നബി ഈ സംഘത്തെ ലക്ഷ്യമാക്കിയിട്ട് 313 ആളെയും കൂട്ടിയിട്ട് അബൂ സുഫിയാനും സംഘവും ഷാമിൽ നിന്ന് തിരിച്ചു വരുന്ന വിവരം അറിഞ്ഞ മുഹമ്മദ് ഈ 300 ആളെയും കൂട്ടിയിട്ട് ബദറിലേക്ക് പോയത് എന്തിനാണ്? ബദറിലേക്കല്ല, എന്തിനാണ് പടപ്പുറപ്പാട് നടത്തിയത്? നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാലേ ശരിയാക. രക്ഷപ്പെട്ടു. അന്നേരം മുഹമ്മദിൽ 313 അല്ല. ചിരിച്ചിട്ട് കാര്യമില്ല. ഞാൻ ചോദിക്കുന്ന ഈ 313 അബൂ സുഫിയാനും ടീമും എന്ത് ചെയ്ത് രക്ഷപ്പെട്ടു? നിങ്ങൾ പറയുന്നത് രക്ഷപ്പെട്ടു. അത് അംഗീകരിക്കുന്നുണ്ട്, രക്ഷപ്പെട്ടു. അന്നേരം എങ്ങോട്ടെങ്കിലും പോണത്? എവിടേക്കെങ്കിലും ഓടുന്നേ? മുഹമ്മദ് എന്തിനാണ് മദീനയിൽ നിന്ന് പുറപ്പെട്ടു പോയത്? പറ. പുറപ്പെട്ടു പോയത് അബൂ സുഫിയാന്റെ കയ്യിലുള്ള സമ്പത്ത് തട്ടിയെടുക്കാനും കൊള്ള ചെയ്യാനുമാണ് പോയത്. എന്ന് ഏത് ഗ്രന്ഥത്തിലുള്ളത്? എല്ലാ ചരിത്ര ഗ്രന്ഥത്തിലും അത് പറയാ. ഏത് ഗ്രന്ഥത്തിൽ? കൊള്ളയടിക്കാന്നുള്ളത് പറയേണ്ടത് ഖുർആനിലുണ്ട്. അതന്നെ, സമ്പത്ത് തട്ടിയെടുക്കാൻ. ഞാൻ പറഞ്ഞുതരാം. ഒരു മിനിറ്റ്, ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ശരിക്കും കാര്യം తెలిയണം. ഞാൻ പറഞ്ഞുതരാം. ഈ മുഹമ്മദ് നബി, ഞാൻ പറഞ്ഞുതരാം, ബദറിന്റെ സാഹചര്യം ഞാൻ പറഞ്ഞുതരാം. ഉടുപ്പും പടയെങ്കിലും കൊണ്ട് അബൂ സുഫിയാൻ കച്ചവടത്തിന് പോയിന്നല്ലേ? ഞാൻ ചോദിക്കാം, അങ്ങനല്ല. ഞാൻ തെളിവ് ഞാൻ പറയുന്നത് കേക്ക്. നിങ്ങൾ ഇത്ര വരെ പറഞ്ഞ് ഞാൻ കേട്ടില്ല. നിങ്ങളെ കേക്ക് റിയാക്കത്തെ
ഞാൻ ചോദിച്ചത് മുഹമ്മദ് നബി എന്തിനാണ് ബദറിൽ പോയത്? അതിന് പറഞ്ഞാൽ മതി, ബാക്കി ഉത്തരവല്ലോ. റിയാഖത്ത് ഞാൻ പറയുന്നത് കേക്ക്, എന്നെ ഒരു മിനിറ്റ്. അതായത് മുഹമ്മദ് നബി അതിന്റെ സാഹചര്യം, മുഹമ്മദ് നബി എത്ര കൊല്ലം, കാരണവും സാഹചര്യവും അല്ല സംസാര വിഷയം. നിങ്ങൾ സാഹചര്യത്തിൽ എന്ത് ലക്ഷ്യം വെച്ചിട്ടാണ് മുഹമ്മദ് നബി നിങ്ങളുടെ സാഹചര്യം നോക്കിയിട്ട് കൊള്ളാൻ പറഞ്ഞു, നിങ്ങൾ അത് നിഷേധിക്കുന്ന്? അല്ല അല്ല, നിങ്ങൾ പറയുന്നത് കാരണം കൊള്ള ചെയ്യാനുള്ള കാരണമാണ് നിങ്ങൾ പറയുന്നത്. അല്ലാന്ന് നിങ്ങൾ അതും നിഷേധിക്കുക. നിങ്ങൾ പറയും സാഹചര്യം നോക്കിയിട്ടാണ് കൊള്ളാന്ന് പറയുന്നത്. ചരിത്രത്തിൽ എവിടെയും കൊള്ളാന്നില്ല, പക്ഷെ സാഹചര്യം നോക്കിയിട്ടാണ്. അത് ഞാൻ പറയുന്നത് സാഹചര്യം നോക്കിയിട്ടല്ല കൊള്ള. അതെന്താണ് ആക്ട്, പ്രവൃത്തി എന്താ നോക്കിയിട്ടാണ് കൊള്ളയാണോ അല്ലോ എന്ന് പറയാം. എങ്ങനെ കൊള്ള ചെയ്യുന്ന പ്രവൃത്തി നോക്കിയിട്ടാ പറയാ, അല്ല സാഹചര്യം നോക്കിയിട്ടാണോ കൊള്ളയെന്ന് പറയാ? അല്ല നിങ്ങൾ പറഞ്ഞത് എന്ത് സാഹചര്യത്തിൽ. ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയാം. നിങ്ങൾക്ക് ഒരാൾ 1 ലക്ഷം രൂപ തരാനുണ്ട്. എത്ര? 1 ലക്ഷം രൂപ നിങ്ങൾക്ക് ഒരാൾ തരാനുണ്ട്. നിങ്ങൾ കടം കൊടുത്തതാണ്. അയാള് നിങ്ങൾ ചോദിച്ചിട്ടും തരുന്നില്ല. അപ്പൊ നിങ്ങൾ അയാളില്ലാത്തൊരു സമയത്ത് അയാളെ വീട്ടിൽ കയറി ആ 1 ലക്ഷം രൂപയോ അതിന് സമാനമായിട്ടുള്ള സമ്പത്തോ അടിച്ചെടുത്തോണ്ട് വരികയാണെങ്കിൽ അത് കൊള്ള തന്നെയാണ്. അല്ലേ? അതെ. നിങ്ങൾ പറയും ബദർ എന്തായിരുന്നു? അല്ല ഞാൻ പറയുന്നത് കേൾക്കണം. അതായത് ഇനി ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ ഞാൻ പറയട്ടെ. പറയട്ടാ? പറഞ്ഞോളേ, കേക്കല്ലേ ഞാൻ. അതായത് മുഹമ്മദ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് വരാനുള്ള കാരണം എന്താണ്? നിങ്ങൾ പറഞ്ഞോളൂ. നിങ്ങൾ പറഞ്ഞുതരല്ലേ? ഞാൻ പറഞ്ഞുതരാം. അതായത് മുഹമ്മദിന്റെ പ്രവാചകത്വം കിട്ടി, സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകത്വം കിട്ടിയപ്പോ ആ സമയത്ത് ഖദീജ ബീവി വറക്കത്തിനറിയോ, വറക്കത്തിന്റെ അടുത്തേക്ക് പോകുന്നു. ചരിത്രം നിങ്ങൾ പറയുന്നത്. മുതലുള്ള ചരിത്രം ഒന്നും പറയണ്ട. ചുരുക്കി പറയുന്ന അതിന്റെ ഇത് പറഞ്ഞ വറക്കത്തിന്റെ അടുത്ത് പോയപ്പോ തൊടമ കയറി ഇരുന്നിട്ട് മലക്കാണോ അല്ലേ നോക്കിയതല്ലേ? ഇതൊക്കെ നോക്കിയതല്ല ഞാൻ പറയുന്നത്. ഞാൻ നിങ്ങളൊന്ന് പറയും, നിങ്ങൾ പറയാം. വറക്കത്തിന്റെ അടുത്ത് പോയപ്പോ വറക്കത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ ഈ നാട്ടിൽ നിന്ന് ഇവർ ആട്ടി ഓടിക്കും. ആ ചരിത്രം കേട്ടോ നിങ്ങള്? എന്തൊരു കഷ്ടം. നിങ്ങൾ കേട്ടോ ആ ചരിത്രം? ബദറിന്റെ സാഹചര്യം നിങ്ങൾ ഈ ചരിത്രം ആവശ്യമില്ല. നിങ്ങൾ ഈ ചരിത്രം നിങ്ങൾ കേട്ടണോ? സാഹചര്യം പോലും ആവശ്യമില്ല. എപ്പോഴാ പറയുന്നത്? പ്രവാചകത്വം കിട്ടിയിട്ട് 11 വർഷത്തിലാണ് പോകുന്നത്. അപ്പൊ ഈ വറക്കത്ത് പ്രവാചകത്വം കിട്ടിയിട്ടേ ഉള്ളൂ. ആ കിട്ടിയ സമയത്ത് വറക്കത്ത് പറയും, നിങ്ങൾ നാട്ടിൽ നിന്ന് ആട്ടി ഓടിക്കും, അന്ന് ഞാൻ ഉണ്ടെങ്കിൽ നിങ്ങളെ സഹായിക്കും എന്ന് ആരാ പറയുന്നത്? മുസ്ലിം അല്ല പറയുന്നത്. ആരാ പറയുന്നത്? അതുകൊണ്ടാണോ ബദർ ഉണ്ടായത്? അല്ല, കേക്ക്, ക്രിസ്ത്യൻ പുരോഹിതാണ് പറയുന്നത്. അന്ന് അല്ല ഞാൻ പറയുന്ന അതിന്റെ ബദർ പറയൂ സുഹൃത്തെ, ബദർ പറ. ബദറിന് പറയുന്ന ഇത് കേക്ക്. അപ്പോ പിന്നെ ഇങ്ങനെ പ്രവാചകനെ ആട്ടി ഓടിക്കുന്ന ആര് പറയുന്നു? വറക്കത്ത്. അന്ന് ഏറ്റവും വലിയ പണ്ഡിതനാണ് അയാള്. പിന്നെ ഇതിന്റെ ആ വറക്കത്ത് പറഞ്ഞപ്പോ ഞാൻ അന്ന് ഉണ്ടെങ്കിൽ നിങ്ങളെ സഹായിക്കും എന്ന് പറഞ്ഞിട്ട് 11 വർഷക്കാലത്തോളം നബി പീഡനം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. പ്രതികാരം ചെയ്യുന്നുണ്ടോ? എന്തിനാ? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് മാത്രം പറഞ്ഞതുകൊണ്ട്. അത് പറഞ്ഞാണോ മുഹമ്മദ് നബി പീഡനേറ്റത്? പിന്നെ വേറെന്നാ അവരെ പെണ്ണുപിടിച്ചിട്ടുണ്ടാ? എന്തൊരു കഥ. കള്ളുപിടിച്ചിട്ടുണ്ടാ? പെണ്ണുപിടിച്ചിട്ടുണ്ടാ? അല്ലെങ്കിൽ അവരെ മുതൽ കട്ടിട്ടുണ്ടാ? അന്തരം എന്തൊരു കഥ. മറ്റുള്ള ദൈവങ്ങളെ ആക്ഷേപിച്ചിട്ടില്ലേ? മറ്റുള്ള ദൈവങ്ങളെ ആക്ഷേപിച്ചു ഇല്ലേ? അത് അതിന്റെ അത് പറയാനാണ് പ്രവാചകൻ വന്നത്. ആക്ഷേപിച്ചോ? അല്ല, അത് പറയാനാണ് പ്രവാചകൻ വന്നത്. പറയ്, ആക്ഷേപിച്ചോ? ആക്ഷേപിച്ചോ? എങ്ങനാ? നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ദൈവങ്ങളെ, ബിംബങ്ങളെ ഉപമിക്കാവുന്നത് വിളിയും തെളിയും ഇല്ലാത്ത ജന്തുക്കളോടാണെന്ന് മുഹമ്മദ് നബി പറഞ്ഞോ? എങ്ങനെ?
വിളിയും തെളിയും ഇല്ലാത്ത ജന്തുക്കളോടാണ് നിങ്ങളുടെ ആരാധ്യ വസ്തുക്കളെ ഉപമിക്കേണ്ടത്. ആരാധ്യ വസ്തുക്കള് ഞാൻ പറയുന്നത് കേൾക്കണം. പ്രവാചകനെ നിയോഗിച്ചത് ഞാൻ ചോദിച്ചത് നിങ്ങൾ തന്നെ നേരത്തെ പറഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞത് മാത്രമേ അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന് പറഞ്ഞതിനാണ്. ആരാധന പറയുമ്പോ മറ്റുള്ള പ്രതിമകളെ ആരാധിക്കാൻ പാടില്ല എന്ന് കിട്ടിയില്ലേ? അപ്പോ അവർ ദൈവമാണെന്ന് വിശ്വസിക്കുന്ന ആളുകൾ ആരാധിക്കാൻ പാടില്ല എന്ന് കിട്ടിയില്ല എത്തുന്നത്. അപ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു മിനിറ്റ് അത് മുഹമ്മദിന്റെ വിശ്വാസമാണ്. മുഹമ്മദിന് അങ്ങനെ വിശ്വാസമുണ്ട്, അല്ലെങ്കിൽ മുഹമ്മദിന് അങ്ങനെ വാദമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആരാധിക്കുന്നതൊക്കെ വിളിയും തെളിവില്ലാത്ത ജന്തുക്കൾക്ക് സമമാണെന്ന് ഒരാൾ പറയാൻ പാടില്ല. ചോദിക്കുന്നതല്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയാനാണ് അന്ന് ആ പ്രവാചകനെ നിയോഗിച്ചത്. എന്താ ലാ ഇലാഹ ഇല്ലല്ലാഹ് അർത്ഥം? അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് നിങ്ങൾ ബദറിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കണ്ടം റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ നിങ്ങൾ വേറെ വിഷയത്തിലോട്ട് പോകണം. ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ അർത്ഥം എന്താ? ഇത് കേക്ക്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന ആ തൗഹീദ് ജനങ്ങൾക്ക് പഠിപ്പിക്കാനാണ് എന്ത് ചെയ്തത്, അവിടെ പ്രവാചകനായിട്ട് നിയോഗിച്ചത്. ശരി. അപ്പൊ ആ വിഷയങ്ങൾ പറഞ്ഞു. ആ പറഞ്ഞപ്പോൾ എന്ത് എതിർ കക്ഷികൾ മുപ്ര എന്ത് ചെയ്തു, അടിച്ചു. ഇല്ല നിങ്ങൾക്ക് കേട്ടില്ല. ഞാൻ ചരിത്രം പറഞ്ഞു കിട്ടോ? തെളിവെടുക്ക്. തെളിവ് നിങ്ങൾ ഏത് കിതാബ് നോക്കിയാലും നിങ്ങൾക്ക് തിരിയാ. ഏത് എടുത്തോ? ഏത് വേണേലും എടുത്ത് പറഞ്ഞോളി. പറയേ ഏത് എന്ന് പറഞ്ഞല്ല. ആരടിച്ചു മുഹമ്മദിനെ? ലാ ഇലാഹ ഇല്ലല്ലാഹ് ദൈവത്തെ അല്ലാതെ ആരാധിക്കാൻ പാടില്ല എന്ന് പറഞ്ഞതിന്റെ മുഹമ്മദിനെ തല്ലിയ ആളാരാ? നിങ്ങൾക്ക് തല്ലിയ ആളെ കിട്ടിയിട്ടില്ല ഇതുവരെ? ഇല്ല. പറയും. ഞാൻ പറഞ്ഞുതരാം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. നിങ്ങൾ വേറെ കഥ പറയും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബിയും മക്കയിൽ പോയി. മക്കയിൽ എന്ത് ചെയ്തു, കഅബന്റെ അടുത്ത് പോയിട്ട് എന്ത് ചെയ്തു, പിന്നെ ഈ വിഷയം അവതരിപ്പിച്ചു. ഈ വിഷയം അവതരിപ്പിച്ചപ്പോ എന്തിനാ കഅബന്റെ അങ്ങോട്ട് പോയി? കഅബ എന്തായിരുന്നു അവിടെ? അങ്ങനെ കഅബ എന്ന് പറഞ്ഞാൽ മറ്റു വിഗ്രഹാരാധന ഞാൻ പറയുന്നത് കേൾക്ക്. വിഗ്രഹാരാധകരുടെ ക്ഷേത്രല്ലേ? ഞാൻ കേട്ടിട്ട് പറയും. നിങ്ങൾ വിഗ്രഹാരാധകരുടെ ക്ഷേത്രത്തിന്റെ മുറ്റത്തേക്ക് മുഹമ്മദ് എന്തിനു പോയി പറയും. ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്ക്. നിങ്ങളെക്കാട്ടും കൂടുതൽ നമുക്ക് ഇതിനെപ്പറ്റി അറിയാലോ, അതുകൊണ്ടല്ലേ പറയുന്നത്. പറഞ്ഞൂടി കേക്ക്. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്ത്, അബൂബക്കർ സിദ്ദീഖ് നബിയും അവന്റെ കാബത്തിന്റെ അടുത്ത് പോയി പറഞ്ഞപ്പോ അന്ന് അബൂജഹലും ഉത്ബത്തും ഷൈബത്തും കൂടി കുതിരയെ തല്ലി. ഏത് വർഷം? ഏത് മാസം? ഏത് വർഷം? ഏത് വർഷം? ഇത് നിങ്ങൾ അംഗീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇതല്ല ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾ ഇത് ശരി പിന്നെ ഇത് നിങ്ങളുടെ ആ വർഷവും നിങ്ങളുടെ ആ കിതാബും പറഞ്ഞാൽ നിങ്ങൾ ഇത് അംഗീകരിക്കോ? അല്ല, അതല്ലേലും കിതാബ് പറഞ്ഞാൽ അംഗീകരിക്കും. കിതാബിലുള്ളത് നമ്മൾ അംഗീകരിക്കും. പക്ഷെ അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതിനല്ല. പിന്നെ എന്തിനാ? ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രമല്ല മുഹമ്മദ് അവിടെ പറഞ്ഞത്. ഞാൻ പറഞ്ഞ പ്രയോഗത്തിന് മറുപടി പറയുന്നത് മുഹമ്മദിന്റെ വിശ്വാസം അനുസരിച്ച് രണ്ട് കാര്യങ്ങളുണ്ട്. മുഹമ്മദ് നബി ഇപ്പം മക്കത്തെ പള്ളിയില് അല്ലെങ്കിൽ ഇപ്പം മക്കത്തിന്റെ അവിടെ ചെന്നിട്ട് ഒരു മിനിറ്റ് ക്ഷേത്രം പറഞ്ഞല്ലോ, അതെല്ലാം വിശദീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആകെ ആപ്പിലായിപ്പോ. നിങ്ങളിപ്പോ ബദറിന് എവിടെ എത്തി? ബദറിന് എവിടെ എത്തി? ബദറിന് എവിടെ എത്തി നിങ്ങള്? മുഹമ്മദിന് ഒരു മിനിറ്റ് അല്ല, നിങ്ങള് ബദറിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഞാൻ വായ തുറക്കുമ്പോൾ ഇടപെടും. ഇതെന്ത് മര്യാദയാണ്? ഞാനല്ല വിശദീകരിക്കും, നിങ്ങൾ എന്നിട്ട് അതിന്റെ ഇടക്ക് കയറിയല്ലേ? നിങ്ങൾ വിശദീകരിക്കല്ല, നിങ്ങൾ ബദറിന്റെ സാഹചര്യം പറഞ്ഞാൽ പോയിട്ട് നിങ്ങൾ എവിടെ എത്തി? പറഞ്ഞപ്പോ നിങ്ങൾ അതിന്റെ സാഹചര്യം ഞാൻ പറയുന്നത്. നിങ്ങൾ ഇതൊക്കെ നിർത്തിയിട്ട് ബദറിലേക്ക് വരും. സമയം കളയാൻ ബദർ പറഞ്ഞു. അങ്ങനെ ഈ പ്രവാചകന്റെ
സമ്പത്ത് മുഴുവനും എന്ത് ചെയ്ത് അന്ന് മക്കയിൽ ഒഴിവാക്കി പോയിട്ട് പ്രവാചകനെ കൊല്ലാൻ വേണ്ടിട്ടാണ് അവര് പോകുന്നത്. മുഹമ്മദ് നബി മക്കയിൽ ഒഴിവാക്കി പോയ സമ്പത്ത് എന്തൊക്കെയായിരുന്നു? മുഹമ്മദ് നബി മക്കയിൽ ഒഴിവാക്കി പോയ സമ്പത്ത് നിങ്ങൾക്കറിയില്ല? ഖദീജ ബീവിന്റെ ഭർത്താവല്ല മുഹമ്മദ് നബി? നിങ്ങൾ ലിസ്റ്റ് പറയും സുഹൃത്തെ, തെളിവ് പറയും. ഖദീജ ബീവിന്റെ ഭർത്താവല്ല മുഹമ്മദ് നബി? മുഹമ്മദ് നബി മക്കയിൽ ഒഴിവാക്കി പോയ ഖദീജ ബീവിന്റെ ഭർത്താവല്ല. ഖദീജ ബീവി ആരാ? മക്കയിലെ വലിയ ബനാഡിയന് രാജ്ഞിയല്ലേ? മുഹമ്മദിന് കൊടുത്തിട്ടില്ലേ? വെറുതെ നിങ്ങള് മുഹമ്മദ് നബിക്കുള്ള സ്വത്തുള്ള മുഹമ്മദ് നബിക്ക് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ സമ്പത്ത് അന്ന് ആർക്കും ഉള്ളതാടാ? എന്നിട്ട് അതെല്ലാം ഒഴിവാക്കിയിട്ടല്ലേ പോയത്. എന്താ ഒഴിവാക്കി? അവിടെ പോയത് എന്തിനാ ഒഴിവാക്കിന്? അന്ന് ഒഴിവാക്കിയ കാരണം പറഞ്ഞാൽ എല്ലാവരും പീഡനം അനുഭവിക്കുക. സുഹൃത്തെ എത്ര പേരാണ് മുഹമ്മദ് മദീനയിലേക്ക് പലായനം ചെയ്യാൻ പോകുന്ന സമയത്ത് 13 വർഷത്തെ പ്രബോധനത്തിന് ശേഷം മുഹമ്മദിന്റെ ഇസ്ലാമിൽ ഉണ്ടായിരുന്ന എത്ര പേരാണ്? മുഹമ്മദിന്റെ പേരില് മുഹമ്മദിന്റെ ഇസ്ലാമിൽ ഉണ്ടായിരുന്നത് എത്ര പേരായിക്കോട്ടെ. പറയാം, എണ്ണം പറയും. എത്ര പേരുണ്ടായിരുന്നു? നിങ്ങൾ എനിക്ക് വിശദീകരിച്ചതല്ലേ? എത്ര പേരായിരുന്നു? അബൂബക്കർ സിദ്ദീഖ് പണക്കാരനല്ലേ? എത്ര പേരുണ്ടായിരുന്നു? നിങ്ങൾ പറയുന്നത് നമ്മള് എത്ര പേരിന്റെ കണക്കല്ല പറയുന്നത്. നമ്മള് നിങ്ങൾ സമ്പത്ത് ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചതന്നെ ഞാൻ പറയുന്നത്. മുഹമ്മദ് നബിക്ക് സമ്പത്ത് ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചതന്നെ ഞാൻ പറഞ്ഞത്. അന്ന് ഖദീജ ബീവിയുടെ മുഴുവൻ സമ്പത്തും നബിക്ക് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഖദീജ മരിക്കണ വരെ മുഹമ്മദ് നബി ഇതൊക്കെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ട് സൂക്ഷിച്ചു വെച്ചിരുന്നു അല്ലെ? എങ്ങനെ? മുഹമ്മദ് നബിന്റെ സമ്പത്ത് ഒക്കെയും ബാക്കി ഉണ്ടായിരുന്നു, അത്രയും അല്ലെ? എത്ര സമ്പത്ത് ബാക്കിയായിരുന്നു? ഫുള്ള് ബാക്കിയായിരുന്നു. മക്കാരുടെ അവിടെ നമ്മളിത് സംഭവം ഒരാൾ സമ്പത്തുണ്ടെന്ന് അയാൾ ചെലവാക്കൂല എന്നർത്ഥമുണ്ടാ? എന്തുള്ളിയാക്കത്ത് പറയുന്നത്? ഞാൻ പറഞ്ഞോ, ഇത് റെക്കോർഡ് ചെയ്തേക്കല്ലേ? നിങ്ങൾ വിവരക്കേട് പറഞ്ഞിട്ട് നിങ്ങൾ എന്നെ ചിരിക്കുകയും എന്നിട്ട് മറ്റുള്ളവർ മുഹമ്മദ് നിങ്ങൾ ഞാൻ ഇത് കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ മുമ്പ് ഒന്നും തിരിയാത്തോണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ രീതി നിങ്ങളോട് ശരിയാവില്ല, അതുകൊണ്ട് ഞാൻ ഇടപെട്ടത്. ചോദിക്കുന്ന മുഹമ്മദ് സമ്പത്തി കൊടുത്തു ആർക്കാണ് സമ്പത്ത്? മുഹമ്മദ് നബിന്റെ കയ്യില് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുമ്പോൾ ഉണ്ടായിരുന്ന സമ്പത്തിന്റെ വിവരങ്ങൾ ഏത് കിതാബിൽ നിന്നാണ് നിങ്ങൾ ഉദ്ധരിക്കാൻ പോകുന്നത്? എങ്ങനെ ആ കിതാബ് ഉദ്ധരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇതിൽ നിന്ന് മാറുമോ? ഇല്ല, മാറൂല. പിന്നെന്താ പറഞ്ഞിട്ട് കാര്യോ? നിങ്ങൾ വെറുതെ കിണിക്കാണ്ട് ആധികാരികമായ തെളിവ് നിങ്ങൾ കൊള്ളയടിച്ചെന്ന് പ്രവാചകൻ എന്തൊരു കഷ്ടം. നിങ്ങൾ മുഹമ്മദ് നബി കൊള്ളയടിച്ചത് എന്ന് പറഞ്ഞാല് അത് ആധികാരികമായിട്ട് തെളിവ് പറഞ്ഞ് ഞാൻ മാറും. ഉറപ്പല്ലേ? എന്നാ ഇനി ബദർ പറയും. എന്താ അല്ല ഇത് പറയും. ഇത് നിങ്ങൾ ആധികാരികം അത് ഗ്രന്ഥത്തിൽ ഇന്ന ഗ്രന്ഥത്തിൽ ഇത് കൊള്ളയാണെന്ന് പറയണം. ഞാൻ പറഞ്ഞതിനൊക്കെ പറഞ്ഞ മനസ്സിലായില്ലേ? നിങ്ങൾ ഞാൻ ഈ മുഹമ്മദ് എനിക്ക് സമ്പത്തുണ്ടോ ഇല്ലേ എന്നുള്ളത് നിങ്ങൾ സമ്പത്തുണ്ടെന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മാറോന്ന് ചോദിക്കുന്നത്? ഇല്ല. പിന്നെന്താ? മുഹമ്മദ് നബി ദരിദ്രനായതുകൊണ്ടല്ല ഇസ്ലാമിട്ടത്. അതായത് നിങ്ങൾക്ക് നിങ്ങള് മതം പഠിച്ച ആളാണ്. ഒരു മിനിറ്റ് മിണ്ടാതിരിക്കും. കാരണം എന്താ അറിയോ? നിങ്ങൾ മതം പഠിച്ച ആളാണെന്നും മാന്യമായിട്ട് സംസാരിക്കാൻ അറിയാവുന്ന ഒരാളായിരിക്കും എന്ന് തെറ്റിദ്ധരിച്ചത് കൊണ്ടാണ് ഞാൻ ഈ രീതിയിൽ നിങ്ങളോട് സംസാരിച്ചത്. അപ്പൊ നിങ്ങൾ ഒരു സൈക്കിൾ മണ്ണ വഷളൻ ചിരി മാത്രമേ നിങ്ങളെ കയ്യിലുള്ളൂ എന്ന് മനസ്സിലായി. ആകെ കയ്യിന്ന് തോറ്റവന്റെ, അതായത് ആകെ കയ്യിന്ന് പോയവന്റെ അവസാനത്തെ ആയുധമാണ് ഈ വഷളച്ചിരി. അത് നിർത്ത്. ഞാൻ ചോദിക്കുന്നത് കാരണം ബേജാറായി. ലിയാഖത്തിന് ബേജാറുള്ളത്
നമ്മൾക്ക് ആധികാരിക ഞാൻ പറഞ്ഞില്ലേ മുഹമ്മദ് നബി കൊള്ളയടിച്ചിന് എന്നുള്ള ആധികാരികമായി ഏതെങ്കിലും ഇസ്ലാമിന്റെ വേണ്ട മറ്റുള്ള ഏതെങ്കിലും ഗ്രന്ഥത്തിൽ തെളിവുണ്ടെങ്കിൽ മുഹമ്മദ് നബി ബദറിലേക്ക് പുറപ്പെട്ടു പോകുന്നത് അബൂ സുഫിയാനും സംഘവും ഷാമിൽ നിന്ന് തിരിച്ചു വരുമ്പോ അവരുടെ കയ്യിലുള്ള സമ്പത്ത് കൈക്കലാക്കാൻ വേണ്ടിയാണ്. ചോദിക്കുന്നത്. അത് ഞാൻ പറഞ്ഞുതരാം. ഇത് ഞാൻ പറഞ്ഞത് ശരിയാണ്. ഇത് ഞാൻ പറഞ്ഞത് ശരിയാണോ അല്ലേ? ഏത്? അബൂ സുഫിയാനും സംഘവും ഷാമിൽ നിന്ന് മക്കക്കാരായിട്ടുള്ള മുഴുവൻ ജനതയുടെയും സമ്പത്ത് ഉപയോഗപ്പെടുത്തി കച്ചവടം ചെയ്ത് തിരിച്ചു വരുമ്പോ ആ സമ്പത്ത് കൈക്കലാക്കുക എന്ന ഉദ്ദേശത്തിലാണ് മുഹമ്മദും സംഘവും പുറപ്പെട്ടു പോയത് എന്ന ഭാഗം നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലേ? അത് കൊള്ളയാണോ ഇല്ലേ എന്നുള്ളത് ഞങ്ങൾക്കതൊന്നും അറിയണ്ട. അത് കൊള്ളയാണോ എന്നത് മാത്രം അത് പറഞ്ഞുതരാം. ഇങ്ങനെ പുറപ്പെട്ടു പോയത് ഈ ആവശ്യത്തിനായിരുന്നു നിങ്ങൾ സമ്മതിക്കുന്നുണ്ടോ? ഞങ്ങൾക്കതല്ല പറഞ്ഞ അതിന് കൊള്ള എന്ന് പറയുന്നുണ്ടോ? ഏതെങ്കിലും ഗ്രന്ഥത്തിൽ കൊള്ളയാണെന്ന് പറയുന്നുണ്ടോ? പറഞ്ഞു തരാൻ നിങ്ങളിത് എന്തെങ്ങനെ ഉരുണ്ടു പോകുന്നത് കേട്ടാ? അങ്ങനെ ഉരുണ്ടു. ഞാൻ മുഹമ്മദ് നബിക്ക് സമ്പത്തുണ്ടോ എന്നാൽ മുഹമ്മദ് നബിക്ക് സമ്പത്തുണ്ടോ ഇല്ലേ നിങ്ങള് ഉണ്ടോന്ന് എന്നോട് ചോദിച്ചപ്പോ ഞാൻ ഉണ്ട് എന്ന് തെളിയിച്ചിട്ട് മാറാൻ ചോദിച്ചപ്പോൾ മാറൂലെന്ന് പറഞ്ഞേ. ഒരു മനുഷ്യൻ സംസാരിക്കുന്നത് പരമാവധി ഒരു മനുഷ്യനോട് സംസാരിക്കാവുന്നതിന്റെ പരമാവധി മാന്യതയും ക്ഷമയും കൈക്കൊണ്ടിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. സുഹൃത്തെ ബഹളം ഉണ്ടാക്കല്ലേ? ഞാൻ ചോദിക്കുന്നത് ഞാൻ ഈ അതാണ് ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലല്ലോ നിങ്ങൾ. ഞാൻ ചോദിക്കുന്നത് മുഹമ്മദ് മദീനയിൽ നിന്ന് ബദറിലേക്ക് അല്ലെങ്കിൽ ഈ അബൂ സുഫിയാന്റെ കച്ചവട സംഘത്തെ അവരുടെ കയ്യിലുള്ള സമ്പത്ത് ലക്ഷ്യമാക്കിയാണ് മുഹമ്മദ് സായുധ സംഘവുമായി മദീനയിൽ നിന്ന് തയ്യാറെടുപ്പ് നടത്തി പോയത് എന്നതാണ് എന്റെ വാദം. അത് ശരിയാണോ തെറ്റാണോ? അപ്പൊ ഇതൊന്നും കേട്ടില്ലേ? അബൂ സുഫിയാനും സംഘവും കച്ചവടം കഴിഞ്ഞു വരുന്നുണ്ട വിവരമറിഞ്ഞ് ആ സംഘത്തിന്റെ കയ്യിലുള്ള സമ്പത്ത് കൈക്കലാക്കുക എന്ന ലക്ഷ്യത്തിലാണ് മുഹമ്മദ് സൈനിക സജ്ജീകരണം നടത്തിയിട്ട് പോയത്, മദീനയിൽ നിന്ന് പുറപ്പെട്ടു പോയത് എന്നാണ് ഞാൻ പറഞ്ഞത്. അതല്ല ഞാൻ പറയുന്നത്. അത് കൊള്ളയാണെന്ന് പറയുന്നത്. അത് ആദ്യം ഈ പോയത് ഇങ്ങനെയാണ് നിങ്ങൾ സമ്മതിക്കുന്നുണ്ടോ ഇല്ലേ? അത് കൊള്ളയാണെന്നല്ല നിങ്ങൾ പറയുന്നത്. ഇത് ഈ കാര്യം പറയുന്നത് ആദ്യം കൊള്ളയാണെന്നാ നിങ്ങൾ പറയുന്നത്. എന്തൊരു കഷ്ടമാണിത്. നിങ്ങൾ പറയുന്ന ഒരു കാര്യം പറയാം. അത് കൊള്ളയാണോ? ഞാൻ പറയാൻ പോകുന്നതിനെ കുറിച്ച് നിങ്ങൾ ചാടണ്ട. ഞാൻ പറഞ്ഞതിനെ കുറിച്ച് പറയാം. എന്റെ ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ? നിങ്ങൾ ബാക്കി പറയൂ. എന്നിട്ട് നിങ്ങൾക്ക് എന്തൊരു ബേജാറ്? നമ്മക്കല്ല നിങ്ങൾക്കല്ല ബേജാറ്. ആർക്കാ ബേജാറ്? എന്റെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. നിങ്ങൾ ഇത് റെക്കോർഡാണ് നിങ്ങൾ പെടണേ. ഞാൻ കേൾക്കണോ? ഇത് റെക്കോർഡാണ് നിങ്ങൾ പെടണേ. ഇത് ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾക്ക് ഉസറും പൊളിയില്ലാന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് നാട്ടുകാർ കേട്ടാൽ നിങ്ങൾക്ക് കുഴപ്പമുണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ ഇടാം. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഞാൻ പറഞ്ഞു മുഹമ്മദ് നബി കൊള്ളയടിച്ച് എന്ന് കണ്ട നിങ്ങൾ തെളിവ് സഹിതം പറഞ്ഞ ഞാൻ മാറും പറഞ്ഞു. നിങ്ങളോട് ഞാൻ ചോദിച്ചു മുഹമ്മദ് നബി സമ്പത്തുണ്ടോ ഇല്ലേ എന്ന് ചോദിച്ചപ്പോ ഞാൻ തെളിവ് തന്നാല് നിങ്ങൾ മാറുമെന്ന് ചോദിച്ചു. എന്ത് രണ്ട് ചോദ്യങ്ങൾ? ഈ രണ്ട് ചോദ്യം നിങ്ങളൊന്ന് ഗിന്നസ് റെക്കോർഡിന് അയച്ചു കൊടുത്താളി. അല്ല ഇതെന്നല്ല വെച്ചോ ജനങ്ങൾക്ക് തെളിവല്ലേ? അതെ ജനങ്ങൾക്ക് വെളിവില്ലാത്തവരാണല്ലോ ഇത് തെളിവായിട്ട് എടുക്കാനേ. കാരണം നിങ്ങൾ മാറൂല എന്ന് പറയുന്നത് ഞാൻ മാറും എന്ന് പറയുന്നത്. അതിന് മുഹമ്മദ് നബിന്റെ റേഷൻ കാർഡ് ദാരിദ്ര്യത്തിലേക്ക് താഴെ ആയതുകൊണ്ടല്ല ഞാൻ ഇസ്ലാം വിട്ടത്. മുഹമ്മദ് നബി ഒരു കൊള്ളക്കാരനായതുകൊണ്ടാണ്. കൊള്ള നിങ്ങൾ പറയും അതിന് കൊള്ളയടിച്ചു തെളിവ് പറയും. നേരെ സംസാരിക്കണ്ട. ആ കൊള്ളയടിച്ചു എന്നുള്ളത് ഏതെങ്കിലും ആധികാരികമായ ഗ്രന്ഥത്തിൽ അത് കൊള്ളയാണ് എന്ന് പറയുന്നത് പറയാനേ. നിങ്ങൾ എന്താണ് നിങ്ങൾ സംസാരിക്കുന്ന എന്തെങ്കിലും ബേജാറ്? നിങ്ങൾ പറഞ്ഞോ. മുഹമ്മദ് നബി മദീനയിൽ നിന്ന് ഈ സായുധ സംഘത്തെ സജ്ജമാക്കിയിട്ട് പുറപ്പെട്ടു പോയത്
അബൂ സുഫിയാന്റെ കയ്യിലിരിക്കുന്ന സമ്പത്ത് ലക്ഷ്യമാക്കിയിട്ടാണ് എന്നാണ് എന്റെ സ്റ്റേറ്റ്മെന്റ്. ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ? നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ അതിന് മറുപടി പറഞ്ഞോളി. നിങ്ങൾ പറയുന്ന അതിനെന്ന് ഞാൻ ശരി തെറ്റെന്ന് വെക്കുന്നതിൽ നിങ്ങൾ പറയുന്നിട്ട് ബാക്കി കൊള്ളയാന്നുള്ള ഇത് നിങ്ങൾ പറഞ്ഞാലേ പറ്റുള്ളൂ. അതിന്റെ നിങ്ങൾക്ക് പറയാനൊരു മടി. മുഹമ്മദ് ഒരു സൈനിക സജ്ജീകരണം നടത്തുന്നു. മുഹമ്മദ് സൈനിക സജ്ജീകരണം നടത്തുമ്പോ ഒരു ലക്ഷ്യം ഉണ്ടാവുമല്ലോ, ഒരു ഉന്നം അല്ലെ? വെറുതെ ഞാൻ ചോദിക്കുന്ന ഈ കൊള്ളയാണ് എന്ന് എനിക്ക് അത് പറയും. കൊള്ളയടിച്ചെന്നാ പറയട്ടെ സുഹൃത്തെ, അത് നിങ്ങൾക്ക് പറഞ്ഞു തരണമെങ്കിൽ നിങ്ങൾ ഇത് പറയണ്ടേ, എന്നാലേ ഇപ്പൊ നടക്കുള്ളൂ. നിങ്ങൾ കൊള്ളയടിച്ചെന്ന് നിങ്ങൾക്ക് എന്ത് പറഞ്ഞേ? നിങ്ങൾക്കത് പറയാനുള്ള വെറുതെ ബഹളം വെക്കല്ലേ? അല്ല, ഞാനിപ്പോ വളച്ചില്ല. അത് കൊള്ളയാണെന്ന് പറയൂ. അത് കൊള്ളയടിക്കാനാണ് പുറപ്പെട്ടു പോയത്. അത് കൊള്ളയടിക്കാനാണ് നിങ്ങൾ പറഞ്ഞേ. ശരി ശരി, അത് പറഞ്ഞില്ല, നിങ്ങൾ അംഗീകരിച്ചില്ലേ? അത് എന്താണ് തെളിവെന്നാ ചോദിക്കുന്നത്? അത് കൊള്ളയാണ്. നിങ്ങൾ ഇസ്ലാമികല്ല പറയുന്നത്. നിങ്ങൾ പുറക്കെട്ട് പോയിക്കോ, നിങ്ങൾക്ക് ആ സമ്പത്ത് കിട്ടും എന്ന് അല്ലാഹു ഖുർആനിൽ പറയുന്നുണ്ട്. എല്ലാം അതിന് കൊള്ള എന്നത് ഏതെങ്കിലും ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടോ? ഹദീസിൽ പറഞ്ഞിട്ടുണ്ടോ? ബുഖാരി പറഞ്ഞിട്ടുണ്ടോ? മുസ്ലിം പറഞ്ഞിട്ടുണ്ടോ? തിർമിദി പറഞ്ഞിട്ടുണ്ടോ? അതുപോലെ തന്നെ ഏതെങ്കിലും ഖുർആൻ വ്യാഖ്യാനം പറഞ്ഞിട്ടുണ്ടോ ഞാൻ ചോദിക്കുന്നത്. അല്ലെങ്കിൽ ഏതെങ്കിലും ചരിത്രം ഏത് ഖുർആൻ വ്യാഖ്യാനവും സാമാന്യ മനുഷ്യന്റെ ബുദ്ധി വെച്ച് വായിച്ചാൽ അത് കൊള്ളയാണെന്ന് മനസ്സിലാവും. അവര് പറഞ്ഞിട്ടുണ്ടോ ചോദ്യം. ഒരു കൊള്ളക്കാരന്റെ അനുയായികൾ എഴുതി വെച്ച ഗ്രന്ഥത്തിൽ അത് കൊള്ളയാണെന്ന് എഴുതി വെക്കില്ല. നിങ്ങളെ ബുദ്ധിയോ നിങ്ങളെ വാചാലടിക്കലോ ഒന്നും വേണ്ട. അത് കൊള്ളയാണെന്ന് ഏതെങ്കിലും ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ടോ എന്നാ ചോദ്യം. ഓ ഉണ്ട് ഉണ്ട്. ആ പറയാ, ഏത് ഗ്രന്ഥത്തിലാ പറഞ്ഞിട്ടുണ്ടോ? എന്താ ഗനീമത്ത്? ഞാൻ ചോദിക്കുന്ന ഏതെങ്കിലും കൊള്ളയാന്ന് പറഞ്ഞിട്ടുണ്ടോ? ഗനീമത്ത് എന്ന് പറഞ്ഞ എന്താ അർത്ഥം പറയേ? അല്ല, ഗനീമത്ത് എന്ന് പറഞ്ഞ കൊള്ളന്നാ? നിങ്ങൾ പറയേ എന്താ ഗനീമത്ത്? ഞാനറിയ പറയണ്ടല്ലോ, നിങ്ങളല്ലേ പറയുന്നത് ഗനീമത്ത് എന്ന് പറഞ്ഞ കൊള്ളയാണോ? ഏതെങ്കിലും ഡിക്ഷണറി എന്താണ് നിങ്ങൾക്കൊന്നും പറയാൻ വയ്യ. നിങ്ങൾ കേട്ടോളി. മുഹമ്മദ് നബി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് മാന്യമായി സംസാരിക്കാൻ അറിയില്ല. നിങ്ങൾക്ക് മാന്യമായി സംസാരിക്കാൻ അറിയില്ല. കിടന്നു ഉരുളുകയുമാണ് ചെയ്യുന്നത്. മുഹമ്മദ് നബി മക്കയിൽ മദീനയിലേക്ക് പോയതിനു ശേഷം ഞാൻ പറഞ്ഞുതരാം, കേട്ടോളി. ബഹളുണ്ടാക്കല്ലേ? ഒരു മണിക്കൂറിനുള്ളിൽ ഇത് അപ്ലോഡ് ചെയ്യും. നിങ്ങൾ വെയിറ്റ് ചെയ്യും. ഗനീമത്തിന്റെ അർത്ഥം പറഞ്ഞുതരാം, ഒക്കെ പറഞ്ഞുതരാം. കൊള്ള മുതൽ. ഗനീമത്തിന്റെ അർത്ഥം കൊള്ള മുതൽ. അതെ അതല്ലേ? ഏത് ഡിക്ഷണറിയിലുള്ള മറ്റു മനുഷ്യരുടെ കയ്യിലുള്ള സാധനങ്ങൾ പിടിച്ചെടുത്തതിനെയാണ്. ഏത് ഡിക്ഷണറിയിലാണ് ഗനീമത്തിന്? ഏത് ഡിക്ഷണറി വേണമെങ്കിൽ ഏത് ഡിക്ഷണറി വേണമെങ്കിലും എടുത്തോളൂ. അവിടെ നിൽക്കുക. ആ രക്ഷപ്പെടൽ നമ്പറൊക്കെ കയ്യിൽ വെച്ചാൽ ഇനി പറഞ്ഞുതരാം. മുഹമ്മദ് നബി മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്തു പോയതിനു ശേഷം അദ്ദേഹത്തിന്റെയും അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെയും ഉപജീവനത്തിന് വേണ്ടിയും അദ്ദേഹത്തിന്റെ ദൗത്യത്തിന് വേണ്ടിയും അദ്ദേഹം സമ്പത്ത് കൈക്കലാക്കാൻ വേണ്ടി സ്വീകരിച്ച ഏക മാർഗം കൊള്ള ചെയ്യലാണ്. കൊള്ളയിലൂടെ ആർജിച്ച സമ്പത്ത് കൊണ്ട് മാത്രമാണ് മുഹമ്മദും നിങ്ങൾ ബേജാറായാലും എങ്ങനെ? സമാധാനമായിട്ട് ജീവിക്കുന്ന ഗോത്രങ്ങളെ പോയി ആക്രമിച്ച് അവിടുത്തെ കുട്ടികളെയും സ്ത്രീകളെയും വരെ ബഹളം ഉണ്ടാക്കല് നിങ്ങൾ. ഞാൻ പറഞ്ഞുതരാം മുഹമ്മദ് ആരാന്ന് ഞാൻ പറഞ്ഞുതരാന്ന്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്തു പോയ മുഹമ്മദ് മദീനയിൽ തന്റെ 10 വർഷത്തെ ഉപജീവനത്തിന് വേണ്ടി തന്റെ കുടുംബത്തെ 12-ലധികം ഭാര്യമാരും അതിനൊത്ത എന്താ പറയാ അടിമ സ്ത്രീകളും പിന്നെ സംഘങ്ങളും എല്ലാം കൂടെ പോറ്റി വളർത്താൻ വേണ്ടി മുഹമ്മദ് നബി വരുമാന മാർഗത്തിന് സ്വീകരിച്ച ഏക മാർഗം ഈ കൊള്ളയായിരുന്നു. സഹാബാക്കളും ഇല്ലേ? സഹാബാക്കളും മുതല് ഒരു ഗോത്രത്തെ പോയി ആക്രമിച്ച് അവരുടെ സമ്പത്ത് കൊള്ളയടിച്ച്
സമ്പത്തിന്റെ ഭാഗമായിട്ട് അവിടുത്തെ മനുഷ്യരായിട്ടുള്ള സ്ത്രീകളെയും കുട്ടികളെയും വരെ കൊള്ളയടിച്ച് പറയട്ടത് തീർക്കട്ടെ. നിങ്ങൾ ഇങ്ങനെ ബി പി കൂടിയാൽ എങ്ങനെ ശരിയാവും? നിങ്ങൾ കുറച്ചൊരു സംസാരിക്കുന്നതുകൊണ്ട് കുറച്ച് ഓവർ. ഞാൻ പറയട്ടെ, നിങ്ങൾ വിശദമായിട്ട് പറഞ്ഞ ഗനീമത്തിന് കൊള്ളാൻ നിങ്ങൾ അർത്ഥം പറഞ്ഞ കൊള്ളയാണത്. നിങ്ങൾ എന്ത് കോമനെ പേരെ വിളിച്ചാലും കാര്യമില്ല. നിങ്ങളിപ്പം മലക്കത്ത് അയ്മാനക്കും എന്ന് പറഞ്ഞാലും സംഗതി അടിമപ്പെണ്ണ തന്നെയാണ്. അല്ല, അത് ഇവിടെ നമുക്ക് വേറെ ചർച്ച ചെയ്യാം. അത് നമുക്ക് വേറെ ചർച്ച ചെയ്യാം. നിങ്ങൾ അടിമന്റെ പറ്റി നമുക്ക് നല്ല അതിന് നമുക്ക് ഒരു സംവാദം വെക്കുന്ന എന്താ കിട്ടിപ്പോയി അല്ലേ? അടിമന്റെ സംവാദം വെക്കുന്ന തീരുമാനിക്കട്ടെ. മുഹമ്മദ് നബി 10 വർഷത്തെ വേറെ സംവാദം വെക്കാം. മുഹമ്മദ് നബിന്റെ കൊള്ളയായിരുന്നോ യുദ്ധമായിരുന്നോ? നിങ്ങൾ സംവാദത്തിനുണ്ടോ? ഏത് മുഹമ്മദ് നബിയുടെ യുദ്ധം, ഇസ്ലാമിലെ യുദ്ധങ്ങൾ കൊള്ളയോ ധർമ്മസമരമോ ഉണ്ടോ? നിങ്ങൾ ഇതുവരെയായിട്ട് വിശദീകരിച്ചതില് ഗനീമത്തിന്റെ അർത്ഥം ഞാൻ ചോദിച്ചു. ഏതെങ്കിലും ഡിക്ഷണറിയിൽ കൊള്ളയെന്നുണ്ട് അർത്ഥം ചോദിക്കുന്നത്? മുഹമ്മദ് നബി സ്വന്തം 1/5 കൈവശപ്പെടുത്തി ബാക്കി ആളുകളുടെ ഇടയിൽ. അതെല്ലാം നമുക്ക് വേറെ വിശദീകരിക്കാം. ഈ ഗനീമത്തിന് കൊള്ളാൻ അർത്ഥമുണ്ടോ? ഗനീമത്ത് കൊള്ള മുതൽ തന്നെയാണ്. അല്ല, അതിന് ഏത് ഡിക്ഷണറിയിലാണ് അർത്ഥമുള്ള? എല്ലാ മതഗ്രന്ഥങ്ങൾ വായിച്ചാൽ അത് കൊള്ള മുതലായിരുന്നു നമുക്ക് മനസ്സിലാവും. അങ്ങനെയല്ല, ഏത് ഡിക്ഷണറിയിലാണ് ഗനീമത്തിന് കൊള്ളാൻ അർത്ഥമുള്ളത്? ആ ഡിക്ഷണറി അപ്പനെ കയറി ഔസേപ്പച്ചാന്ന് വിളിച്ചാലോ അപ്പനല്ലാതാവില്ലല്ലോ. എങ്ങനെ അപ്പനെ ഔസേപ്പച്ചാന്ന് വിളിച്ചാലോ അപ്പൻ തന്നെയല്ലേ? ഞാൻ ചോദിക്കുന്ന ഇസ്ലാമികമായ ആധികാരികമായ അറബിയുള്ള ഗനീമത്തിനിക്ക് കൊള്ള എന്നുള്ള അർത്ഥം ഏത് ഡിക്ഷണറിയിലുണ്ടോ? മുഹമ്മദിലുണ്ടോ? മൻഹലിലുണ്ടോ? ഇങ്ങനെ ആധികാരികമായ ഡിക്ഷണറി മുഞ്ചിദ്, അത് ക്രിസ്ത്യാനി ഉണ്ടാക്കിയ അർത്ഥം. ഒരു ക്രിസ്ത്യാനിയാന്ന് അത് ഉണ്ടാക്കിന് മുഞ്ചിദ് പറഞ്ഞ. മുഹമ്മദ് നബി 5 കൈവശപ്പെടുത്തുകയും അതൊന്നല്ല ഞാൻ ചോദിച്ചത്. ഗനീമത്ത് മുഹമ്മദ് നബിയുടെ യുദ്ധം എന്ന് പറഞ്ഞാൽ മുഹമ്മദ് ഇസ്ലാമില് യുദ്ധം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കൊള്ളാന്നാണ്. ഇസ്ലാമിലെ ഗനീമത്ത് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കൊള്ള മുതൽ തന്നെയാണ്. അതിന് അങ്ങനെ ഏത് ഡിക്ഷണറിയിലും ഉള്ളെന്ന് നിങ്ങൾ പറഞ്ഞു തീർന്നില്ല. ഞാൻ അർത്ഥം വെക്കണം. സാമാന്യ ബോധത്തോടെ വായിച്ച അർത്ഥം കിട്ടും. ആ ഏത് ഡിക്ഷണറിയിലുള്ള ഇന്ന് ഡിക്ഷണറിയിൽ ഉണ്ടെന്ന് പറഞ്ഞപ്പോ അതാ ഞാൻ പറഞ്ഞത്. സാമാന്യ ബോധത്തോടെ ഏത് ഞാൻ പറഞ്ഞേ യുദ്ധം എന്ന് പറഞ്ഞാല് സൗഹാർദ്ദം എന്ന് പറഞ്ഞ അർത്ഥം വെച്ചാൽ ഇവിടെ ശരിയാവുക? അല്ലല്ല, നിങ്ങള് ബാസിലിനോട് ചോദിച്ചു നോക്കി അറ്റാക്ക് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്ന് ചോദിച്ചു നോക്കി ബാസിലിനോട്. യുദ്ധം എന്ന് പറഞ്ഞാൽ സൗഹാർദ്ദമാണ്. യുദ്ധത്തിന് ഒരു അർത്ഥം ഉണ്ടാവില്ലേ? തെളിവ്. അറ്റാക്ക് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അതുപോലെ ഗനീമത്തിനിക്ക് കൊള്ള എന്നുള്ള അറബിയിലോ ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ പാരസിയിലോ അല്ലെങ്കിൽ ഉറുദുവിലോ ഏത് ബാക്കി ഗനീമത്ത് ഇംഗ്ലീഷ് വെക്കാം. ഒരു മിനിറ്റ്. മുഹമ്മദ് നബിയുടെ ഗനീമത്ത് എന്നുള്ളത് ഏത് ഭാഷയാണത്? കയ്യിന്ന് പോയി സാധനം കയ്യിന്ന് പോയി. അല്ല, ഗനീമത്ത് എന്നുള്ളത് ഏത് ഭാഷയെന്ന് പറയും? പറഞ്ഞുതരാം. ഏത് ഗനീമത്ത് എന്നുള്ളത് ഏത് ഭാഷയാണ്? ഇസ്ലാമിക ചരിത്രം വായിച്ചു തുടങ്ങുന്ന സമയത്ത് മനസ്സിലായി. നിങ്ങൾ പറഞ്ഞല്ലേ ഇസ്ലാമിക ചരിത്രം മനസ്സിലായി. നിങ്ങളൊന്ന് വായ പൂട്ടിയാലേ പറയാൻ പറ്റുള്ളൂ. ഇസ്ലാമിക ചരിത്രത്തിൽ നിങ്ങൾ യുദ്ധം എന്ന് എവിടെയൊക്കെ കാണുന്നോ അതിന് നിങ്ങൾ കൊള്ള എന്നാണ് അർത്ഥം വെക്കേണ്ടത്. കൊള്ളാന്നാണ്. ഇസ്ലാമിൽ മുഹമ്മദ് ചെയ്തത് എഴുതി വെച്ച യുദ്ധം എന്ന് എഴുതി വെച്ചതെല്ലാം കൊള്ളയായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഇന്ത്യയും പാകിസ്ഥാനും യുദ്ധം ചെയ്തിട്ടുണ്ടെങ്കിൽ മുഹമ്മദ് കള്ളത്തരം കാണിച്ചാണ്. മുഹമ്മദ് കൊള്ള ചെയ്തിട്ട് അതിന് യുദ്ധം എന്ന് പേരിട്ടതാണ്. അങ്ങനെയല്ല, ഏതിനിക്കാന്ന് കൊള്ളന്നുള്ള കൊള്ള എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ കയ്യിലുള്ള സമ്പത്ത് പിടിച്ചെടുക്കുന്ന ഒക്കെ കൊള്ള. യുദ്ധത്തിനൊക്കെ കൊള്ളാന്നർത്ഥം വരിക എങ്ങനെ? യുദ്ധത്തിനൊക്കെയാണോ കൊള്ളാന്നർത്ഥം വരിക? അല്ല, അതെങ്ങനെ സംഭവിക്കുന്ന വെച്ചാല് മുഹമ്മദ് നബി വിശദീകരണം വേണ്ട. അതിന് നിങ്ങൾക്ക് പറഞ്ഞ പോരെ ഗനീമത്തിനിക്ക് കൊള്ളാന്നുള്ള അർത്ഥം ഇന്ന ഡിക്ഷണറിയിൽ ഉണ്ടെന്ന് പറഞ്ഞ പോരെ? അല്ല, ഇത് കേൾക്കുന്നവർക്ക് മനസ്സിലായിക്കോളും കേട്ടോ. മുഹമ്മദ് നബി ഒരു കൊള്ള സംഘ തലവനായിരുന്നു. മുഹമ്മദ് നബി ഒരു കൊള്ള സംഘ തലവനായിരുന്നു. മുഹമ്മദ് നബി എങ്ങനെയാ ജീവിച്ചത്? മുഹമ്മദ് നബി ഈ 10 ഭാര്യമാരും പിന്നെ അടിമ സ്ത്രീകളും
പിന്നെ ഈ കുട്ടികളെ ചെലവിന് കൊടുക്കലും ഇതെല്ലാം കൂടി മുഹമ്മദ് മക്കയിൽ പോയി മദീനയിൽ പോയിട്ട് ഉപജീവനത്തിന് വേണ്ടി പിന്നെ ഉണ്ടാക്കിയ സമ്പത്ത് എന്തായിരുന്നു? മദീനയിൽ പോയ അന്ന് തന്നെ യുദ്ധം നടത്തിന്? ഇല്ല, പിറ്റത്തെ കൊല്ലം തുടങ്ങിയത്. അപ്പൊ ഒരു കൊല്ലം എങ്ങനെ ജീവിച്ച? ആ ഒരു കൊല്ലം അൻസാറെടുത്ത് തെണ്ടിയിട്ട്, അൻസാറുകളോട് തെണ്ടിയിട്ട്. അൻസാരികൾ പിന്നെയും കൊടുക്കൂല? അൻസാരികൾ 2 ഭാര്യമാരുണ്ടെങ്കിൽ ഞങ്ങൾ വേണമെങ്കിൽ കെട്ടിച്ചു കൊടുക്കുന്നവരെ പറഞ്ഞിട്ടുണ്ട്. അതല്ല നിങ്ങൾ പറയുന്ന അവര് ജീവിക്കാനുള്ള മാർഗം. ഞാൻ ചോദിക്കുന്നത് രണ്ടാമത്തെ കൊല്ലല്ലേ ഒരു കൊല്ലം എങ്ങനെ ജീവിച്ചത്? ആദ്യത്തെ ഒരു കൊല്ലം ജീവിച്ചത് എങ്ങനെ അറിയോ? അള്ളാഹ്ക്ക് കടം കൊടുക്കാൻ ആരെങ്കിലും ഉണ്ടോ അള്ളാഹ് ഇരട്ടിയാക്കി തരുന്നൊക്കെ പറഞ്ഞിട്ട്. രണ്ടാമത്തെ അങ്ങനെ പറഞ്ഞാൽ കൊടുക്കൂല? അള്ളാന്റെ പേരും പറഞ്ഞ കടം വാങ്ങിയതൊക്കെ ആരാ? എല്ലാം രണ്ടാമത്തെ പറഞ്ഞാൽ കൊടുക്കൂല. എന്തിനാ അപ്പത്തിന് കൊള്ള തുടങ്ങിയില്ലേ സ്വന്തമായിട്ട്? അല്ലാഹ് റബ്ബി റിയാഖത്ത്, നീ ശരിക്കും ഇസ്ലാമിലേക്ക് വന്നിട്ട് ആ മുർത്തദ്ദായതില് നീ ശരിക്കും സത്യത്തിലേക്ക് പഠിച്ചിട്ട് വാ. വെറുതെ ഇങ്ങനെ ഒന്നും അറിയാണ്ട് മോനെ വെറുതെ നഷ്ടാവണ്ട ജീവിതം. കൊള്ളേനെയൊക്കെ ന്യായീകരിച്ച് ജീവിതം തുലക്കാൻ ഇതേ വരില്ലേ? കൊള്ള നിങ്ങൾക്ക് ഇതുവരെ തെളി പറഞ്ഞില്ല. ഏത് ഡിക്ഷണറിയിലെ ഉള്ളെന്ന് പറയും. നിങ്ങൾ ഏത് ഡിക്ഷണറി? എല്ലാ ഡിക്ഷണറിയിലും കൊള്ളയാണ്. ഏത് ഡിക്ഷണറി പറയും? മുഞ്ചിലുണ്ടോ? യുദ്ധാർജിത മുതൽ എന്ന് പറഞ്ഞാലും കൊള്ളയാണ്. ഡിക്ഷണറിന്റെ അടുത്തുണ്ട് കൊള്ളയാണ്. നിങ്ങൾ വായിച്ച അർത്ഥം വെച്ചോളൂ. നിങ്ങൾ എന്തർത്ഥം വെച്ചിട്ട് കാര്യമില്ല. അയ്യ അവർ ഡിക്ഷണറി പറഞ്ഞ അർത്ഥം വേണ്ടേ? എന്തിന്? ഇനി പോട്ടെ, ഈ അറബി ഡിക്ഷണറി, ഈ മുഞ്ചിദ് എന്ന് പറഞ്ഞ വലിയ ഡിക്ഷണറി അത് ഈ ക്രിസ്ത്യാനിന്റെ ഇതാ വേറെ ഉണ്ടാക്കിയത്. അതിൽ പറയുന്നുണ്ടോ? അത് നോക്കിയോ? എന്ത് ചെയ്തിട്ട് എന്താ കാര്യം? ഇത് ഏത് ഡിക്ഷണറി കൊണ്ടുവന്നിട്ടും കാര്യമില്ല. മുഹമ്മദ് കൊള്ള ഏത് ഡിക്ഷണറി കൊണ്ടുവന്ന ഈ അറബിയല്ല ഡിക്ഷണറി അർത്ഥം വെക്കേണ്ടത്. നിങ്ങൾ എന്ത് അർത്ഥം വെച്ചിട്ടും കാര്യമില്ല. മുഹമ്മദ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയി, മദീനയിൽ നിന്ന് ബദറിലേക്ക് പോയത് എന്തിനാണ് നിങ്ങൾ പറയും? ഞാൻ ചോദിക്കട്ടെ, റിയാഖത്ത് പറഞ്ഞ അർത്ഥം നിങ്ങൾ പറഞ്ഞ് തുടങ്ങിയിടത്ത് ഒന്നുകൂടി അവസാനിപ്പിക്കാം നമുക്ക്. മുഹമ്മദ് നബി എന്തിനാണ് മദീനയിൽ നിന്ന് ആൾക്കാരെയും കൂട്ടി പോയത്? നിങ്ങൾ പറയുന്ന ഒന്ന് ഗനീമത്ത് കൊള്ളയാണ്, യുദ്ധം. ഗനീമത്ത് മുഹമ്മദ് വീതം വെച്ച ഗനീമത്ത് നാട്ടുകാരെ കൊള്ളയടിച്ചുണ്ടാക്കിയ മുതലാണ്. ആണെന്ന് അതിലൊരു മനുഷ്യത്വ വിരുദ്ധമായ ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു. ഒരു മിനിറ്റ് അതില് അങ്ങേയറ്റം മനുഷ്യത്വ വിരുദ്ധമായ ഒരു സാധനം കൂടി ഉണ്ടായിരുന്നു. ആ ഗനീമത്ത് മുതൽ എന്ന് പറഞ്ഞിട്ട് മനുഷ്യരായ കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും വരെ പിടിച്ചോണ്ട് വന്ന് വീതം വെച്ച് ലൈംഗിക അടിമകളാക്കിയിട്ട് സ്വന്തം അണികൾക്ക് വീതം വെച്ചു കൊടുത്ത മഹാന്റെ പേരാണ് മുഹമ്മദ്. വേറെ വിശദീകരിക്കണ്ട, അതൊക്കെ ചേർന്നതാണ് നിങ്ങൾ ഈ പറഞ്ഞ ഗനീമത്ത്. ഈ സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ ഈ യുദ്ധ മുതൽ എന്ന പേരിൽ കൊള്ളയടിച്ചു കൊണ്ടുവരികയാണ് ചെയ്തത്. അത് നമുക്ക് പറയാ, നിങ്ങൾ ഈ അടിമയാക്കുന്നത് നിങ്ങൾ കേട്ടെന്ന് നെട്ടു. അടിമന്റെ വിഷയം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മറ്റുള്ള ഗ്രന്ഥങ്ങളിലും മറ്റുള്ള രാജ്യത്തും അടിമന്റെ വിഷയം പറഞ്ഞു കഴിഞ്ഞാൽ നെട്ടു. അത് ഞെട്ടണ്ട, മുഹമ്മദ് ഞെട്ടിച്ചതിന് മേലെ വലിയ ഞെട്ടലൊന്നും ഇപ്പൊ ഞെട്ടാനില്ല. എന്തായാലും നിങ്ങൾ ഈ വിഷയം അപ്പൊ എന്തായാലും നിങ്ങൾ പൊക്കിക്കൊണ്ട് നടക്കുന്ന മഹാൻ എന്ന് പറയുന്ന വ്യക്തി, നിങ്ങൾ പൊക്കിക്കൊണ്ട് നടക്കുന്ന മഹാൻ എന്ന് പറയുന്ന വ്യക്തി അത്ര മുന്തിയ മുതലല്ല, നല്ല ഒന്നാന്തരം കൊള്ളക്കാരനായിരുന്നു എന്ന് മനസ്സിലാക്കാം. ഇപ്പോഴും ഈ സംസാരത്തിന് എനിക്ക് മനസ്സിലായത് നിങ്ങൾക്ക് ഒന്നും ഇത് വിശദീകരിച്ച് പറയാൻ കഴിയില്ല. നിങ്ങൾ 2 കാര്യം എന്നോട് വിശദീകരിച്ച് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ ഇതിൽ വരും എന്ന് പറഞ്ഞില്ല. നിർബന്ധമല്ല, നിങ്ങളെ ബോധ്യത്തിൽ വരേണ്ടതാണ്. അല്ലാതെ ഞാൻ വിശദീകരിക്കുമ്പോ നിങ്ങൾ ഒരു മിനിറ്റ് ഒരു വിഷയത്തിൽ ഒരാളൊരു നിലപാടെടുക്കുന്നത് ഒരു വാക്കിന്റെ അർത്ഥം. ഞാൻ ചോദിക്കും, നിങ്ങൾക്ക് തെളിവ് സഹിത് ഞാൻ വിശദീകരിച്ചു തരാം. തെളിവ് ആധികാരികമായ ഏതെങ്കിലും ഗ്രന്ഥത്തില് നിങ്ങൾ മാറുമെന്ന് ഞാൻ ചോദിച്ചപ്പോ നിങ്ങൾ എന്താ പറഞ്ഞ? ഞാൻ മുഹമ്മദ് നബിന്റെ റേഷൻ കാർഡിന്റെ കളർ നോക്കിട്ട് നിങ്ങൾക്ക് കാണിച്ചെന്നല്ല നിങ്ങൾ പറയേണ്ട. ഇത്രയും നിലവാരമില്ലാത്ത ഒരാളോടാണ് ഞാൻ സമയം കളഞ്ഞത്. മുഹമ്മദ് നബിയുടെ റേഷൻ കാർഡ് മഞ്ഞയായിരുന്നോ ചോപ്പായിരുന്നോ എന്നതിന്റെ പേരിലല്ല ഞാൻ ഇസ്ലാം മതം വിശ്വസിക്കുന്നതും ഉപേക്ഷിക്കുന്നതും. റിയാഖത്ത് ഒരു കാര്യം വളരെ പിന്നോട്ടാണ്. കാരണം തന്നെ തെളിവ് സഹിതം തരുമ്പോ അത് ശരിയാണെന്ന് പറഞ്ഞ് അല്ലെങ്കിൽ തെറ്റാണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് അംഗീകരിക്കുന്ന പറയുമ്പോൾ ഞാൻ അംഗീകരിക്കില്ല എന്ന് പറയൽ തന്നെ മറ്റുള്ളവർക്ക് മനസ്സിലായില്ല. മുഹമ്മദ് നബിയുടെ കയ്യിൽ എത്ര സമ്പത്ത് ഉണ്ടായിരുന്നു എന്നതിന്റെ ഒന്നുകിൽ നിങ്ങൾ സംസാരിക്കാൻ സമ്മതിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ കട്ട് ചെയ്യുക. നിങ്ങൾ പറഞ്ഞൊരു കാര്യത്തിന് മറുപടി പറയാൻ പോവാണ്. നിങ്ങൾ പറഞ്ഞിട്ടില്ല. ഞാൻ പറയട്ടെ മുഹമ്മദ് നബിയുടെ കയ്യിൽ എത്ര സമ്പത്തുണ്ടായിരുന്നു എന്നതിന്റെ എന്തൊരു കഷ്ടമാണിത്.
മുഹമ്മദ് നബിയുടെ കയ്യിൽ എത്ര സ്വത്തുണ്ടായിരുന്നു എന്നതിന്റെ അളവെടുത്തിട്ട് അത് പിന്നെ എന്താ പറയാ ദാരിദ്ര്യരേഖ താഴെയാണ് എന്ന് മനസ്സിലാക്കിയിട്ടല്ല ഞാൻ മതം വിടുന്നത്. എങ്ങനെ മനസ്സിലായിട്ടില്ല നിങ്ങൾ പറയുന്നത്? നിങ്ങൾ ഞാൻ പറയണത് നിങ്ങൾക്ക് മനസ്സിലാവൂല, അതാണ് അതിന്റെ പ്രശ്നം. മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ മുഹമ്മദ് നബിന്റെ നിങ്ങൾ ഇത് പറയേണ്ടത് അങ്ങനെയല്ല പറയേണ്ടത്. പിന്നെ എങ്ങനെ പറയണ്ടത്? മുഹമ്മദ് നബി തെറ്റാണ്, ശരിയല്ല എന്ന് പറയുന്ന സമർത്ഥിക്കുകയാണ്. എനിക്ക് എന്താ അറിയോ, സാമാന്യ ബോധമുള്ള ആളുകൾക്ക് മനസ്സിലാകാവുന്ന രീതിയിൽ ഈ ഫോൺ സംഭാഷണത്തിൽ തന്നെ ഉണ്ട്. അതായത് ഈ ഫോൺ സംഭാഷണം ആവണോ ഇല്ലെന്നുള്ളത് അത് നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ്. ഈ ഫോൺ സംഭാഷണത്തിൽ തന്നെ ഇത് കേൾക്കുന്ന ആളുകൾക്ക് ഇതെന്താണ് എന്ന് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. ഒരു വിഷയം അംഗീകരിക്കാൻ ചോദിച്ചപ്പം പറഞ്ഞ് തെളിവ് സഹിതം കാണിച്ചെന്നപ്പോ തെളിവ് സഹിതം നിങ്ങൾക്ക് കാണിച്ചു തരാന്ന് പറഞ്ഞപ്പോ ഞാൻ അംഗീകരിക്കൂല എന്നുള്ളത് ജനങ്ങൾക്ക് എന്താ പറഞ്ഞത്? പറയാനൊരു ഉളുപ്പ് വേണം കേട്ടോ. എന്താ പറഞ്ഞത് നിങ്ങൾ? ഞാൻ പറഞ്ഞു മുഹമ്മദ് എനിക്ക് സമ്പത്തുണ്ടോ? നിങ്ങൾ പറഞ്ഞു മുഹമ്മദ് നബിക്കും അനുയായി സമ്പത്തില്ലെന്ന്. ഞാൻ പറഞ്ഞു മുഹമ്മദ് നബിക്ക് അതല്ല ഞാൻ പറഞ്ഞത്. നോണ പറയരുത്. മുഹമ്മദ് നബിക്ക് സമ്പത്തുണ്ടോ? നോണ പറയരുത് എന്ന് നിങ്ങൾ ഒരു മിനിറ്റ് നിങ്ങൾ അവിടെ നിൽക്ക്. നിങ്ങൾ കേട്ട് നിൽക്ക്. നിങ്ങൾ നോണ പറയരുത്. നോണ മാത്രം പറയുകയാണെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഒരാള് ഈ ഫോൺ സംഭാഷണത്തിലല്ലേ അതുള്ളത്? അല്ലേ? അത് കേൾക്കുന്നവർ തീരുമാനിക്കും നമ്മൾ എന്താ പറഞ്ഞത്, നിങ്ങൾ എന്താ പറഞ്ഞത്, ഞാൻ എന്താ പറഞ്ഞത്. നിങ്ങൾ ഒരു ഗനീമത്തിനിക്ക് കൊള്ള മുതലുണ്ട് എന്നുള്ള അർത്ഥമുണ്ടോ? ഞാൻ ചോദിക്കുന്നത് ഈ നിങ്ങളുടെ ചരിത്രത്തിൽ ഏതെങ്കിലും സ്ഥലത്ത് കൊള്ള എന്ന് അതിന് ഉപയോഗിച്ചിട്ടുണ്ടോ? ഈ ചോദ്യത്തിനിക്ക് പിന്നെ ഗനീമത്തിനിക്ക് കൊള്ള എന്ന ഡിക്ഷണറിയിൽ ഏതെങ്കിലും നിലക്ക് നിങ്ങൾ അർത്ഥമുണ്ടോ? ഇത് മൂന്നിനിക്കാണ് നിങ്ങൾ മറുപടി പറയേണ്ടത്. പറയാം. കേട്ടോളൂല്ലോ ഒന്നുകൂടി കേട്ടോളൂ കേട്ടോ. നിങ്ങളെ വർത്തനല്ല, ഞാൻ പറഞ്ഞുതരാം. ഇസ്ലാമിക ചരിത്രത്തിൽ എവിടെയൊക്കെ നിങ്ങൾ ഗനീമത്ത് എന്ന് കാണുന്നുണ്ടോ അതൊക്കെ കൊള്ളയടിച്ച സ്വത്തുക്കളാണ്, നാട്ടുകാരെ സ്വത്ത്. അതെല്ലാം ഞാൻ ചോദിച്ചത്. അതന്നെയാണ് എന്റെ അർത്ഥം. ഡിക്ഷണറിയിൽ എന്താണ്? ഡിക്ഷണറിയിൽ ഗനീമത്തിന് യുദ്ധ മുതൽ അല്ലെങ്കിൽ സമരാർജിത മുതൽ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും. കൊള്ളുന്നില്ലല്ലോ. അതിന്റെ പേര് എന്താ? അതിന്റെ അർത്ഥം കൊള്ളന്ന. അതിന്റെ അർത്ഥം കൊള്ളാന്ന് തന്നെയാണ്. കൊള്ള. അപ്പൊ യുദ്ധം എന്ന് പറഞ്ഞത് യുദ്ധം കൊള്ളയല്ല. യുദ്ധം കഴിഞ്ഞിട്ട് ആ പ്രദേശത്തുള്ള സമ്പത്ത് അടിച്ചോണ്ട് പോരുന്ന കൊള്ളയാണ്. യുദ്ധത്തിന്റെ മുതൽ ആർജിക്കുന്ന, അതായത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലൊരു പറഞ്ഞുതരാം. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലൊരു യുദ്ധം നടക്കുകയാണ്. അത് യുദ്ധമാണ്. ഓക്കെ. പാകിസ്ഥാന് അല്ലെങ്കിൽ ഇന്ത്യയോ അങ്ങോട്ടോ ആക്രമിച്ച് അവിടുത്തെ പെൺകുട്ടികളെയും കുട്ടികളെയും അവിടുത്തെ അരിയും സാധനവും അവരുടെ സാമഗ്രികളും ഒക്കെ പെറുക്കിയെടുത്തുകൊണ്ട് ഇവിടെ വന്ന് വീതം വെച്ചാൽ അത് കൊള്ളയാണ്. ഇവിടെ ഞാൻ ചോദിക്കുന്നത് അത് കൊള്ളയാണ്. ഒരു മിനിറ്റ്, മനസ്സിലായോ നിങ്ങൾക്ക്? ഒരു മിനിറ്റ്. അത് കൊള്ളയാണ്. അത് കൊള്ളയാണ്. എങ്ങനെ സമരത്തിൽ സ്വത്താർജിക്കുക? എന്താ സമരാർജിത സ്വത്ത് പറഞ്ഞത്? എന്താണ് സമരാർജിത സ്വത്ത്? നിങ്ങൾ പറ. ഞാൻ ചോദിക്കുന്നതല്ല. ഈ ഗനീമത്തിനിക്ക് നിങ്ങൾ പറയുന്ന വിഷയം കൊള്ള എന്ന് പറയും. കൊള്ള മുതൽ എന്ന് തന്നെയാണ് ഗനീമത്തിന്റെ അർത്ഥം. അങ്ങനെയാണ് ഗനീമത്തിന്, അങ്ങനെ തന്നെയാണ് അർത്ഥം. സമരാർജിത മുതൽ എന്ന് സാഹിത്യ ഭാഷയിൽ എഴുതി വെച്ചിട്ട് കാര്യമില്ല. കൊള്ളയാവൂല. സമരാർജിത മുതൽ കൊള്ള തന്നെയാണ്. കൊള്ളയാവൂല. ആണ്. ഒരു പ്രദേശത്തെയോ ഒരു വ്യക്തിയെയോ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയിട്ട് ഒരു വ്യക്തിയെയോ ഒരു സമൂഹത്തെയോ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയതിനു ശേഷം അവരുടെ സമ്പത്ത് കൈക്കലാക്കുന്നതിനാണ് കൊള്ള എന്ന് പറയാം. ഞാൻ കുറച്ച് മിനിറ്റ് വിളിക്കാം. അത് കൊള്ളയാണ്. മനസ്സിലായോ? ഗനീമത്ത് പറഞ്ഞാൽ കൊള്ളയാണ്. മുഹമ്മദ് കൊള്ളക്കാരനാണ്. ഇസ്ലാമിലെ യുദ്ധം എന്ന് പറഞ്ഞാൽ ശുദ്ധമായ കൊള്ളയാണ്. നമ്മുടെ സമയമായി, നമ്മളെ പള്ളിയിൽ പോകേണ്ട ടൈമായി. ഉറപ്പല്ലേ? നമ്മൾ സമയത്ത് എത്തും അവിടെ കറക്റ്റ് ആയിട്ട്. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ എത്തുമ്പോ സമയമാവും, ബാങ്ക് കൊടുക്കും, സ്വാഭാവികമാണ്. പിന്നെ എന്റെ സമയമല്ലേ എല്ലാം. ഏത് ബാങ്കപ്പോ? ഒരു മിനിറ്റ്. ഇപ്പൊ ഏത് ബാങ്കാ? ഇപ്പൊ മഗ്‌രിബ് 5:55. 5:57 5:55 മഗ്‌രിബ്. 5:06 നമുക്ക് ഒന്നുകൂടി നിൽക്കണ്ടേ? അതെ. വേഗം ചെല്ലി, മണ്ടി ചെല്ലി. അപ്പൊ യുദ്ധം മുതൽ എന്ന് പറഞ്ഞാല് കൊള്ള തന്നെയാണ് കേട്ടോ. രാത്രി ഞാൻ വിളിക്കാം. ശരി, ഓക്കെ. നിങ്ങൾ ഈ ഓഡിയോ ഞാൻ പുറത്തു വിടാണേ. വിട്ടോ. ഫോട്ടോ അയച്ചു തന്നാ അതും കൂടി വേണമെങ്കിൽ കൊടുക്കാം. നിങ്ങൾ ഒരു ഉസ്താദല്ലേ?
നിങ്ങൾ കൃത്യമായിട്ട് ഞാൻ റെക്കോർഡ് ഇതൊന്നും എഡിറ്റ് ചെയ്യാനൊന്നും സമയമില്ല സുഹൃത്തെ. ഇത് 1.5 മണിക്കൂർ ഇരുന്ന് ഇനി കേൾക്കാൻ സമയമൊന്നുമില്ല. ഇത് ഇങ്ങനെയാണ് അപ്ലോഡ് ചെയ്യും. എങ്ങനെ? ഇത് ഇനി ഇരുന്ന് കേൾക്കാനൊന്നും സമയമില്ല. ഇത് ഇത്രയും ഭാഗം ഫുൾ ആയിട്ട് അങ്ങോട്ട് അപ്ലോഡ് ചെയ്യാണ് ചെയ്യുക. അല്ലാതെ ഇത് കേട്ടിരിക്കാനൊന്നും സമയമില്ല. പിന്നെ മൊത്തത്തിൽ തന്നെ ഇടാം, മൊത്തത്തിൽ ഇടുള്ളൂ. പൊട്ടിച്ച് മുറിച്ചിടണൊക്കെ AP കുട്ടികളെ സ്വഭാവമാണ്, നമ്മളെ സ്വഭാവം. അപ്പൊ നിങ്ങളെ ഫോട്ടോ തന്നാ നിങ്ങളെ ഫോട്ടോയും കൂടി വെക്കാം. അപ്പൊ ആൾക്കാർക്കൊക്കെ സന്തോഷാവും. മലർത്തി അടിച്ച ഉസ്താദിനൊരു ഇങ്ങോട്ടേക്ക് ഇതാക്കണേ. അല്ല, നിങ്ങളെ ഫോട്ടോ കൂടി അയച്ചു തന്നാ നമുക്ക് രണ്ടാളെ ഫോട്ടോ വെച്ച് വിടാം. നിങ്ങളൊരു ഫോട്ടോ അയച്ചു തരുമോ? നിങ്ങൾ പരാജയം എന്നുള്ളത് വെറുതെ എന്തിനാ? അല്ല, നാട്ടുകാർ മൊത്തം അറിഞ്ഞോട്ടെ. ഞാൻ എന്റെ ഫോട്ടോ വെക്കും, നിങ്ങളെ ഫോട്ടോ എന്നെ പരാജയപ്പെടുത്തിയ ആളിനെയും കൂടി ആൾക്കാർ കേട്ടോട്ടെ. അല്ല, എന്നെ കൊണ്ട് നിങ്ങൾ എന്തിനാ ഇത് ഇതായിപ്പോ? അത് സാരല്ല, നിങ്ങൾ അയച്ചു തരി. ഒരു ഫോട്ടോ അയച്ചു തരും, നല്ലൊരു ഫോട്ടോ അയച്ചു തരും. ഇപ്പൊ തന്നെ അയക്കട്ടാ. ഇതിപ്പോ തന്നെ ടൈമായി. ഞാൻ പിന്നെ വേക്ക്. ശരി, ഞാൻ നിസ്കാരം കഴിഞ്ഞിട്ട് ആക്കാം. ഓ.